السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم ما أنزل الله لكم من رزق فجعلتم منه حراما وحلالا قل الله أذن لكم أم على الله تفترون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ പണ്ഡിതന്മാർ, മാന്യ സഹോദരീ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തിരുനബിയുടെ സ്നേഹപരിസരം എന്ന ഹെഡിങ്ങിൽ ഒതായിയിൽ മഞ്ചേരി ഡിവിഷൻ SSF സംഘടിപ്പിച്ച ഒരു മീലാദ് സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട സദസ്സായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുന്ന് ഒരു സാധാരണ മനുഷ്യൻ അല്ല എന്നാണ്. കാരണം എല്ലാവർക്കും അറിയാം, സാധാരണ മനുഷ്യർക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യന് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ കാണാൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യന് മലക്കുമായി ആ നിലക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. മഹാന്മാരായ സ്വഹാബികൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് മലക്കാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ അപ്പോൾ കഴിഞ്ഞിട്ടില്ല. ആകയാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഖുൽ പറയൂ നബിയെ, ഇന്നമാ അന ബശർ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ മാത്രമാണ്. ഞാൻ ജിന്നല്ല, മലക്കല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, അങ്ങനത്തെ ഒന്നും അല്ല. ഞാൻ മനുഷ്യൻ മാത്രമാണ്. മിസാക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ യൂഹാ ഇലയ്യ, പക്ഷേ ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ അല്ല. എനിക്ക് വഹി അറിയിക്കപ്പെടുന്നു, നിങ്ങൾക്ക് വഹി ഇല്ല. വഹിയെ കൊണ്ടുവരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിവരം ശേഖരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, എനിക്ക് കഴിയും. യൂഹാ ഇലയ്യ, എന്താണ് എനിക്ക് ലഭിക്കുന്ന വഹയിൽ ഏറ്റവും സുപ്രധാനമായത്?
അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ആരാധ്യൻ അവൻ ഏകനായ അല്ലാഹു മാത്രമാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യൻ അല്ലെന്നും ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്നും ഈ ആശയമാണ് വാസ്തവത്തിൽ വജാമിഉൻ മനല്ലദീ തഖററ ശഹാദത്തുൽ ഇസ്ലാമി ഫത്റാഹിൽ മിറാബ്. ഇസ്ലാമിന്റെ 2 ഷഹാദത്ത് കലിമകൾ പഠിപ്പിക്കുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് തൗഹീദ്. ഞാൻ പറഞ്ഞതല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയേണ്ടത്. മുസ്ലിമീങ്ങൾ ഒന്നടങ്കം സ്വീകരിക്കുന്ന സഹീഹുൽ ബുഖാരിയിൽ അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചോദ്യമാണ്. ഒരു റിപ്പോർട്ടിൽ അല്ലാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറുപടി പറയുന്നു, അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമാണ് തൗഹീദ്. ഈ തൗഹീദ് അംഗീകരിക്കുന്നവൻ മാത്രമേ മുസ്ലിമാവുകയുള്ളൂ, അല്ലാത്തവർ മുശ്രിക്കുകളാണ്. ഇതിലേറെ മുസ്ലിമുകൾ തർക്കം ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ കുറഞ്ഞ സമയമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് വളരെ ദൂരെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. ഒന്ന് കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മുടെ ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ്. സുഹൃത്തുക്കളെ, ഇടക്ക് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ അവരെന്നോട് പ്രത്യേകം പറഞ്ഞു, സ്റ്റേജും വന്ന് നമ്മൾ സാധാരണ ആളുകളെ വിളിച്ച് പിരിവെടുക്കലുണ്ട്, അങ്ങനത്തെ ഒരു പിരിവും സ്റ്റേജും വന്ന് വേണ്ട, നല്ല ഇഖ്ലാസോടുകൂടി ഞങ്ങൾ ഇങ്ങനെ സദസ്സ് കൂടി ഇറങ്ങി നടക്കുമ്പോൾ നല്ല ഇഖ്ലാസോടുകൂടി തരുന്ന ആളുകൾ അവര് എല്ലാവരും സംഭാവന തന്നാല് ഒതായിൽ ഇനിയും ഇങ്ങനത്തെ പരിപാടികളൊക്കെ വെക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാം ഞങ്ങളെ കയ്യിൽ സംഭാവന തരാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂടുതലൊന്നും കൊടുക്കണ്ട, ചുരുങ്ങിയത് ഒരു ചുവന്ന നോട്ട് 1000-ന്റെ, കൂടിയാൽ പിന്നെ എത്രയും ആകാം, കുറഞ്ഞാൽ അവരവരെ കഴിവനുസരിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം കഴിവനുസരിച്ച് നമ്മുടെ പ്രവർത്തകന്മാർ ഇറങ്ങി വരുമ്പോ, ഈ ബേഡ്ജ് ധരിച്ച പ്രവർത്തകന്മാർ വരുമ്പോൾ സംഭാവന കൊടുക്കണം എന്നുണർത്തുന്നു. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകും. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ തൗഹീദ് മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചില്ല, ലോകത്ത് ഒരു മുശ്രിക്കും അംഗീകരിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതിന്റെ ഒരു വിശദീകരണമാണ് രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ നിസ്കാരത്തിന് ശേഷമൊക്കെ ചൊല്ലുന്ന ഈ ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടും ഏകനാണ്. ഒരു വിഷയത്തിലും അവന് തുല്യൻ ഇല്ല, ഒരു പോയിന്റിലും ഇല്ല. ലാ ശരീക ലഹു, അവന് ഒരു നിലക്കും ഒരു വിഷയത്തിലും ഒരു കൂറുകാരനും പങ്കുകാരനും ഇല്ല.
അബൂജഹൽ അത് സമ്മതിച്ചില്ല. അബൂജഹൽ പറഞ്ഞു, അല്ലാഹുവിന് ശരീക്ക് പങ്കുകാരൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഹജ്ജിന് തൽബിയത്തിലും അവരെ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, പടച്ചവനെ നിനക്ക് ഒരു സൈസ് കൂറുകാരൻ ഉണ്ട് എന്ന് പറഞ്ഞു. അത് നിന്റെ കീഴിലാണ്. ഏതുപോലെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ കീഴിൽ കുറെ കൂറുകാരായ മന്ത്രിസഭാ അംഗങ്ങൾ ഉണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, ഭരണത്തിൽ കൂറുള്ള കുറെ കൂറുകാർ അദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ട്. ഇതുപോലെ പഠിച്ചവന് അവന്റെ കീഴിൽ കുറെ കൂറുകാർ ഉണ്ട് എന്ന് അബൂജഹൽ പറഞ്ഞു. നമ്മൾ മുസ്ലിമീങ്ങൾ എന്ത് പറഞ്ഞു? ലാ ശരീക ലഹു. അതുപോലെ തൽബിയത്ത് ചൊല്ലുമ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഒരു വിധത്തിലും ഒരു കാരണം ഇല്ലേ ഇല്ല. ഞാൻ ഈ അടുത്ത് എറണാകുളത്ത് SYSന്റെ നബിദിന റാലി കഴിഞ്ഞ് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ ശക്തമായി ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, നമ്മൾ ആരെയും ചീത്ത പറയൽ ഇല്ല, തെറി പറയൽ ഇല്ല, പരിഹസിക്കൽ ഇല്ല, നിന്ദിക്കൽ ഇല്ല, ഇൻസൾട്ടാക്കൽ ഇല്ല. അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമ്മുടെ ഉത്തരവാദിത്വം പഠിച്ചത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നാണ്. നേരത്തെ ഇവിടെ എന്റെ സ്നേഹിതൻ കുറ്റമ്പാറ പറഞ്ഞതുപോലെ പല പ്രസ്ഥാനങ്ങളിലും പെട്ടുപോയ ആളുകൾ അവർ പിഴക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതല്ല, അതുപോലെ സ്വർഗം വേണ്ട എന്ന് വിചാരിച്ചിട്ട് പോയതല്ല, മറിച്ച് അവരുടെ അറിവുകേട് കൊണ്ട് അതിൽ പെട്ടുപോയതാണ്. അവർക്ക് അറിവിന്റെ മുത്തുമണികൾ വിതറുക എന്നതാണ് പണ്ഡിതന്മാരുടെ ബോധ്യം, ചീത്ത പറയലും തെറി പറയലും അല്ല. ഞാൻ എറണാകുളത്ത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടി, കോട്ടക്കലിൽ വന്നിട്ട് ഷാർ മുബാറക്കിന്റെ ബഹുമാനം പറഞ്ഞ് പ്രസംഗിച്ചു ഒരു കൂട്ടര്. ആരാ? ഖുതുബുസ്സമാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ തരീഖത്തിന്റെ ആളായി സുൽത്താൻ എന്ന് പറയുന്ന ആലുവക്കാരൻ ഒരാളെ രംഗത്ത് കൊണ്ടുവന്ന ആള്. എന്തിനാ പ്രസംഗിച്ചത്? നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ പേപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഷെയർ മുബാറക്കിനുള്ള ബഹുമാനമല്ല. എന്നിട്ട് വേണം അതിൽ കുറെ ആളുകളെ വഴികേടിലാക്കാൻ. അതുകൊണ്ട് ഞാൻ അതിന്റെ ഷെയ്ഖിന്റെ നാട്ടിൽ വെച്ച് ശക്തനായി അദ്ദേഹത്തിന്റെ ആശയത്തെ എതിർത്ത് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു, ഈമാൻ കൊടുക്കാനുള്ള അധികാരം ആ ഷെയ്ഖിനാണ് എന്ന് അവരെഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, തൗഹീദിന് വിരുദ്ധമാണത്. അല്ലാഹുവിന്റെ തൗഹീദ് നമ്മൾ പഠിച്ചത് എന്താണ്? ലാ ശരീക ലഹു, അല്ലാഹുവിന് ഒരു കൂറുകാരനും ഇല്ല. ലഹുൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. അല്ലാഹുവിന്റെ അധികാരത്തിൽ ഒരു കൂറുകാരനും ഇല്ലേ ഇല്ല. അല്ലാഹുവിന്റെ അധികാരത്തിൽ കൂറുണ്ട് എന്നാണ് അബൂജഹൽ പറഞ്ഞത്. ഇല്ലാ ശരീകൻ ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചവന് ഒരു സൈസ് കൂറുകാരുണ്ട് എന്ന് അബൂജഹൽ പറഞ്ഞു. നമ്മൾ പറഞ്ഞു, ഒരു നിലക്കും അല്ലാഹുവിന്റെ അധികാരത്തിൽ കൂറുള്ളവർ ഇല്ല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ തൗഹീദ്. അതുപോലെ തന്നെയാണ് ഗൗസുൽ അഅ്സം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അലൈഹി തങ്ങളുടെ പേരെന്താ? മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരെന്താ? അബ്ദുൽ ഖാദിർ. എന്താണ് അതിന്റെ അർത്ഥം? കഴിവുള്ള പടച്ചവന്റെ അടിമ, ഉടമയല്ല. അടിമക്ക് ഉടമസ്ഥാവകാശം ഉണ്ടാവുകയില്ല. അബ്ദുൽ ഖാദിർ, എന്തിനും സ്വയം കഴിവുള്ള അല്ലാഹുവിന്റെ അടിമ, ഉടമസ്ഥൻ അല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശപ്രകാരം അപ്പോൾ കൊടുക്കുന്നത് അല്ലാതെ ആർക്കും ഒരു അധികാരവും ഇല്ല. അശ്അരി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയായ തൗഹീദ് പഠിപ്പിച്ചു തന്ന പണ്ഡിതനാണ് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പഠിപ്പിച്ച തൗഹീദാണത്. എന്തിനധികം പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അല്ലാഹു പറയുന്നു, ഖുൽ, പറയൂ നബിയെ, ലൗ ശാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കിത് ഓതിത്തരില്ലായിരുന്നു, ഞാൻ ഓതിത്തരണ്ട എന്ന് അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഓതിത്തരില്ലായിരുന്നു. ഞാൻ ഓതിത്തരണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചതുകൊണ്ട് ഞാൻ ഓതിത്തരുന്നു. വലാ അദ്റാകും ബിഹി, ഈ ഖുർആൻ കൊണ്ടും അതിലുള്ള അറിവും അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്കറിയിക്കില്ലായിരുന്നു. അല്ലാഹു ഉദ്ദേശിച്ചതുകൊണ്ട് ഞാൻ മുഖേന അല്ലാഹു അറിയിക്കുന്നു. അവിടെ ഓ സുഹൃത്തുക്കളെ, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. എന്റെ വകയിൽ ഇവിടെ ഒന്നുമില്ല. കുല്ലും മിൻ ഇൻദില്ലാഹ്, സർവ വിഷയങ്ങളും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല. ഇത് തന്നെയാണ് ബദർ മൗലിദ് ഓതുമ്പോ, തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ, അതേ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര, എന്റെ ഗുരുവര്യരായ മഹാനായ ശൈഖുന ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദിന്റെ ഗുരുവര്യരായ മഹാനായ മർഹൂം ഒക്കെ ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ഉസ്താദ് കെ സദഖത്തുള്ള മുസ്ലിയാർ അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. സദഖത്തുള്ള മുസ്ലിയാർ ഉസ്താദ് ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ഉസ്താദ് കുഞ്ഞഹ്മദ് ഹാജി അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ഉസ്താദ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ ബദർ മൗലിദ് ഉണ്ടാക്കിയ മഹാനാണ്. അവിടുന്ന് എന്താ നമ്മള് തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ പഠിപ്പിച്ചത്? വഇൻ തർദുദ് ഫമന്നാതി ലിനൈലി ജമീഇ ഹാജാതി അയാജാലിൽ മുലിമാതി ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലാഹ്, നീ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതെ മടക്കിയാൽ ഞങ്ങൾ ആരോട് ചോദിക്കും അല്ലാഹ്? എവിടുന്ന് കിട്ടും അല്ലാഹ്? നീയല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഇല്ലല്ലോ അല്ലാഹ്. നമ്മളെ എല്ലാ ബദർ മൗലിദും, എല്ലാ മുഹീദ്ദീൻ മാലയും, എല്ലാ മങ്കൂസ് മൗലിദും, സർവ മൗലിദുകളും പഠിപ്പിക്കുന്ന തൗഹീദാണ്. അല്ലാഹുവല്ലാതെ അധികാരമുള്ളവൻ ഇല്ല. ലഹുൽ മുൽക്ക്, അവന് മാത്രമാണ് അധികാരം. അതേ സമയത്ത് അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ് അവൻ ഉദ്ദേശിക്കുന്ന കഴിവുകളും സ്ഥാനങ്ങളും മഹത്വങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. അതാണ് ഇവിടെയും പറയുന്നത്. അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ട് ഞാൻ ഖുർആൻ ഓതിത്തരുന്നു, എന്റെ വകയിൽ അല്ല. നബി തങ്ങളോട് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഖലൂൻ. എന്നെയും ഞാൻ കൊണ്ടുവന്ന ഖുർആനിനെയും വിമർശിക്കുന്ന വിമർശകരെ, ഇന്നക ലസ്ത മുർസല, നീ അല്ലാഹു പറഞ്ഞേച്ച ആളല്ല, ഞങ്ങളെപ്പോലൊരു മനുഷ്യനാണെന്ന് മുശ്രിക്കീങ്ങൾ പറയുന്നു.
അതുപോലെ സുബ്ഹാനല്ലാഹ് അകാന ലിന്നാസി അജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ, ജനങ്ങളിൽ നിന്ന് ഒരു പുരുഷനിലേക്ക് നാം വഹ്യറിയിക്കുന്നത് അത്ഭുതമായി കണ്ടോ ഈ മുശ്രിക്കീങ്ങൾ എന്ന് സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചയച്ചത് വലിയ അത്ഭുതമായി അവർ പറയും. അല്ലാഹു തആല ഞാൻ അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം അയക്കപ്പെട്ട നബിയാണ്, റസൂലാണ് എന്ന് പഠിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല സൂറത്ത് യൂനുസിൽ തന്നെ ആ എതിരാളികൾക്ക് മറുപടി പറയാൻ പറയുന്ന നബിയെ പറയൂ, ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി, നിശ്ചയമായും ഞാൻ നിങ്ങളിൽ 40 വർഷത്തോളം നേരത്തെ ജീവിച്ചിരുന്നിട്ടുണ്ട്. അഫലാ തഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ചിന്തിക്കുന്നില്ലേ? എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? 40 കൊല്ലത്തെ എന്റെ ജീവിതമാണ് ഞാൻ പ്രവാചകനാണ് എന്നതിന് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ്. ഞാൻ നിങ്ങളിൽ ജീവിച്ചിരുന്നിട്ടില്ലേ 40 കൊല്ലം? ആ സമയത്ത് മദ്യപാനവും വ്യഭിചാരവും കൊള്ളിവെപ്പും അനാവശ്യങ്ങളും അക്രമങ്ങളും അനീതികളും അഴിമതികളും എല്ലാ തെറ്റുകളും വളരെ നന്നായി കൊടികുത്തി വീഴുന്ന മക്കയിൽ അതാ ബഹുദൈവ വിശ്വാസവും ബഹുദൈവാരാധനയും വിഗ്രഹാരാധനയും കൊടികുത്തി വാഴുന്ന മക്കയിൽ എല്ലാ തെറ്റുകളും നടക്കുന്ന മക്കയിൽ ബാപ്പ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിട്ട് പോലും എന്റെ 40 വർഷത്തെ ജീവിതത്തിൽ ഞാനൊരു കളവ് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു വഞ്ചന നടത്തിയിട്ടുണ്ടോ? ഒരു വാക്ക് ലംഘിച്ചിട്ടുണ്ടോ? ഒരു തെറ്റിന് കൂട്ടുനിന്നിട്ടുണ്ടോ? എന്റെ 40 കൊല്ലത്തെ ജീവിതത്തിൽ ഒരു ന്യൂനത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയാനൊക്കുമോ? സാധാരണ മനുഷ്യർ ജീവിക്കും പോലെയാണോ ഞാൻ ജീവിച്ചത് 40 കൊല്ലം? അല്ലേ അല്ല. പിന്നെയോ ഇന്നീല അരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ, ഞാൻ 40 വയസ്സായി എനിക്ക് ഓർഡർ ലഭിച്ച് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്. കുട്ടിക്കാലത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി, കല്ല് സലാം പറയുന്നു. കല്ല് സലാം പറഞ്ഞാൽ സാധാരണ മനുഷ്യന് കേൾക്കാൻ കഴിയോ? പക്ഷേ കുട്ടിക്കാലത്ത് ഞാനത് കേൾക്കുന്നു. അപ്പൊ കുട്ടിക്കാലം മുതലേ എന്റെ കേൾവി അസാധാരണയാണ്, എന്റെ കാഴ്ച അസാധാരണയാണ്. സാധാരണ മനുഷ്യന്റെ കാഴ്ചയല്ല, കേൾവിയല്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്, നിഷേധിക്കാൻ കഴിയില്ല. എല്ലാവരും കഅബയുടെ കല്ലെടുത്തുകൊണ്ട് പോകുന്നു. സ്വന്തം ഉടുത്ത തുണി അഴിച്ചിട്ട് കല്ലിന്റെ ചുവടെ വേദനിക്കാതിരിക്കാൻ വെക്കുന്നു. എന്റെ പിതൃ സഹോദരൻ വന്ന് എന്നോടും തുണി അഴിച്ചു വെക്കാൻ പറയുന്നു. എന്റെ ചെറുപ്പകാലമാണ്, 40 വയസ്സിന് മുമ്പാണ്. ഞാൻ തുണി അഴിക്കുന്നില്ല, കാരണം എന്റെ സംസ്കാരം കുട്ടിക്കാലം മുതലേ ഉയർന്നതാണ്. അവസാനം പിതൃ സഹോദരൻ എന്റെ തുണി അഴിച്ച് എന്റെ ചുമലിന്റെ മേലെ കല്ലിന്റെ ചുവട വെക്കാൻ ശ്രമിക്കുന്നു. തുണി അഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബോധം കെട്ട് വീഴുന്നു. അതാ തുണി കൊണ്ട് പൂർണ്ണമായി മറച്ചപ്പോൾ ബോധം തെളിയുന്നു. എനിക്ക് സാധാരണ രൂപമാണോ, സാധാരണ മനസ്സാണോ, സാധാരണയാണോ? മറ്റുള്ളവരൊക്കെ തുണി അഴിച്ചിട്ടല്ലേ അന്ന് കല്ല് കൊണ്ടുപോയത്. ബുഖാരിയിലെ ഹദീസാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ബുഖാരി, മുസ്ലിം തുടങ്ങിയ സർവ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നു.
അവിടുന്ന് കുട്ടിക്കാലം മുതലേ അസാധാരണ മനുഷ്യനാണ്. അത് തന്നെ ഖുർആനും പറയുന്നു, ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി. ആ നബുവത്ത് കിട്ടിയിട്ട് നിങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ രംഗത്ത് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളിൽ 40 കൊല്ലത്തോളം ജീവിച്ചില്ലയോ? അത് അസാധാരണ ജീവിതമല്ലയോ? ഇനിയോ ഈ നുബുവത്ത് കിട്ടിയത് തുടക്കം എവിടുന്ന? ഒരു വല്ല മലേന്റെ മുകളിൽ നിന്ന്. എന്റെ മോള് കയറണ എത്ര മണിയുണ്ട്? ജബലന്നൂർ. അതിന്റെ ഒരു ഗുഹയില് മക്കയിലുള്ള ചെറുപ്പക്കാരൊക്കെ അതിന്റെ മോള് കുതിരിക്കലാ പണി, അവിടെ പോകലാ പണി. ഒരൊറ്റ മനുഷ്യൻ അവിടെ പോകാറുണ്ടോ? പക്ഷേ ജനങ്ങളിൽ നിന്ന് അകന്ന് ലോകസട്ടാവായ അള്ളാഹുവിനെ ആരാധിക്കാൻ, ഒറ്റക്കിരിക്കാൻ അതിന്റെ മേലെ പോയിരുന്ന് റബ്ബിന് ആരാധന നടത്തുന്നു. അവിടെ ഭക്ഷണം ഖദീജ റളിയല്ലാഹു അൻഹ കൊണ്ട് കൊടുക്കുന്നു. ഇമാം ബുഖാരി ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സാധാരണ മനുഷ്യന്മാർ ഇങ്ങനെ മലയുടെ മേലെ ഇരിക്കലാണോ? അവിടെ അതാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു. ഒരു പലക കാണിച്ചു കൊടുക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കൂ. ലോകം വായനയുടെ യുഗമാണ്. അറിവാണ് വേണ്ടത്. അതിന് വായിക്കൂ. എന്നും വായിക്കലല്ല, പടച്ചവന്റെ പേരുച്ചരിച്ചുകൊണ്ട് വായിക്കൂ. കാരണം പടച്ചവന്റെ പേര് കൊണ്ടാണ് എല്ലാ വിഷയത്തിനും കാവല് കിട്ടുന്നത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. നബിതങ്ങൾ രാവിലെയും വൈകുന്നേരവും പഠിപ്പിച്ചൊരു ദിക്റാണ്. അറിയാമല്ലോ, ഭൂമിയിലുള്ള എല്ലാ ശൈത്താന്റെ ശർറും, ആകാശലോകത്തുള്ള നക്ഷത്രത്തിന്റെ ശർറും, എല്ലാ സിഹറിന്റെ ശർറും, എല്ലാ ശർറുകൾക്കും കാവലാണ് പടച്ചവന്റെ ഇസ്മ, അസ്മാ, പടച്ചവന്റെ പേര്. ബിസ്മില്ലാഹില്ലദീ, അല്ലാഹുവിന്റെ പേര് കൊണ്ട് കാക്കുന്നു. അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഉപരിമണ്ഡലത്തിലോ ഭൂമിയിലോ ഉള്ള ഒരു വസ്തുവിനും അല്ലാഹുവിന്റെ പേരിനോട് നടക്കൂല. അല്ലാഹുവിന്റെ പേരിന്റെ ബറക്കത്ത് അത്ര വലുതാണ്. അല്ലാഹുവിന്റെ അസ്മാ ഇസ്മിന്റെ ബറക്കത്ത് വളരെ വലുതാണ്. ആ പേര് കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് വിഷം തീണ്ടൂല എന്ന് ഹദീസിലില്ലേ? ആ നിലക്കുള്ള റബ്ബിന്റെ പേര് കൊണ്ട് തുടങ്ങിയിട്ട് ഓതണം നബിയേ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഓതുമ്പോൾ ബിസ്മി കൂട്ടി ഓതണം. നിങ്ങളൊന്ന് ഇതിലെങ്ങനെ അങ്ങ് പോയി നോക്ക്. ബിസ്മി ഓതിയിട്ടാണ് നമ്മളെ പള്ളിയിലൊക്കെ ഫാത്തിഹ ഓതുക. അതേ സമയത്ത് ചിലരുടെ പള്ളിയിൽ ബിസ്മി തീരെ ഓതുന്നില്ല. പതുക്കെ ഓതും. വിദേശത്തൊക്കെ അതുമില്ല, ബിസ്മിയേ ഓതുന്നില്ല. അതിനെന്തിനധികം തെരഞ്ഞു നോക്കണം? മുസ്ഹഫ് മറിച്ചു നോക്കിയാൽ മനസ്സിലാവൂലേ ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ? അതിന് വലിയ വിവരം വേണം. മുസ്ഹഫ് മറിച്ചു നോക്കുക ബിസ്മി ഉണ്ടോ ഇല്ലേന്ന് വേഗം മനസ്സിലാവൂലേ? മുസ്ഹഫ് തെറ്റില്ല എന്ന് ഉറപ്പല്ലേ? മുസ്ഹഫ് തെറ്റുണ്ടെന്ന് അറിയില്ല ആരെങ്കിലും ഉണ്ടോ? പറച്ചോനെ മുസ്ഹഫിലും തെറ്റാന്ന് വാദിക്കാൻ തുടങ്ങിയോ? ആർക്കും മനസ്സിലാവില്ലേ അത്? അള്ളാഹ് ആദ്യമായിട്ട് ഇറക്കുന്നതിനെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ബിസ്മി കൂട്ടിക്കൊണ്ടോതണേ. അള്ളാന്റെ പേരാണ്, അവൻ നിങ്ങളെ പടച്ചവനാണ്. ഇരിക്കട്ടെ, അപ്പൊ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് വായിക്കാൻ അറിയോ? ഇല്ല. കാരണം അവിടുന്ന് വായന പഠിച്ചിട്ടില്ല, എഴുത്ത് പഠിച്ചിട്ടില്ല, 40 കൊല്ലം പഠിച്ചിട്ടില്ല. പക്ഷേ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. ഓ നബിയെ, തങ്ങൾക്ക് മുമ്പ് അറിയാത്ത ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹ് തങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. ഖുർആൻ എഴുത്തറിയാം, വായന അറിയാം, എല്ലാം 40 വയസ്സ് കഴിഞ്ഞതോടുകൂടി എല്ലാം അറിയിച്ചു കൊടുത്തുപോയി. അവിടുത്തെ അറിവ് പോലെ അറിവുള്ളവരില്ല. നിങ്ങൾ മനസ്സിലാക്കണം. 40 കൊല്ലം ഞാൻ നിങ്ങളിൽ ജീവിച്ചില്ലേ? ആ 40 കൊല്ലം ഞാൻ വായിച്ചിട്ടുണ്ടോ? ഞാൻ ഓതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ?
40 കൊല്ലം എന്റെ ജീവിതം ഒരു ചെറിയ ന്യൂനത ഉണ്ടായിട്ടുണ്ടോ? എന്റെ ആ 40 കൊല്ലം ചിന്തിച്ചാൽ പോരെ നിങ്ങൾക്ക് ഞാൻ റസൂലാണ്, ഇത് ഖുർആനാണ് എന്ന് ഗ്രഹിക്കാൻ എന്ന് ചോദിക്കൂ നബിയേ. സൂറത്ത് യൂനസ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലും നബിയും ആണെന്നും ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്നതിനും സൂറത്ത് യൂനുസിൽ പറയുന്ന ഏറ്റവും വലിയ തെളിവ് 40 കൊല്ലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ഞാൻ വേദന കൊണ്ട് പറയട്ടെ, ആർക്കും വിഷമം തോന്നരുത്. ഒതായിലോ ഇടവണ്ണയിലോ ഉള്ള സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് കൂടുതൽ ഗ്രഹിക്കാത്ത സാധാരണക്കാരായ ആളുകൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് സുന്നത്ത് ജമാഅത്ത് പഠിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. നിന്റെ ഖുർആനും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും ഗ്രഹിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. ചിലർ വിചാരിക്കും പേരോട് വന്നാൽ സുന്നിയല്ലാത്തവരൊക്കെ ചീത്ത പറയും, തെറി പറയും, കുറ്റം പറയും എന്നൊക്കെ വിചാരിക്കും. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല. ഞാൻ കുറ്റ്യാടിയിൽ പോയിട്ടുണ്ട്. ഞാനവിടെ ചെല്ലുമ്പോൾ 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും ഇല്ല. പണ്ടുണ്ടായിരുന്നു ഇടവണ്ണ പള്ളി പോലെ. നമ്മളെ പള്ളിയും മഖ്ബറയൊക്കെ അല്ല, സുന്നിയല്ലാത്തവർ പിടിച്ചെടുത്തതാണ്. നിസ്കാരത്തിന്റെ ഫർദ് 14 പഠിപ്പിക്കുന്ന ഒരൊറ്റ മദ്രസ ഉണ്ടായിരുന്നില്ല കുറ്റ്യാടിയിലും പരിസരത്തിലും. ഇപ്പോൾ 11 മഹല്ലിലും എന്റെ ഭാര്യ പ്രസവിച്ച കുട്ടികളൊന്നല്ല, നേരത്തെ അവിടുത്തെ മുജാഹിദിന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ പ്രവർത്തകരും നേതാക്കളായ ആളുകൾ 11 മഹലിലും നിറഞ്ഞു കിടക്കാണ്. എന്തുകൊണ്ടാ? ഞാൻ ചീത്ത പറഞ്ഞിട്ടല്ല, പരിഹസിച്ചിട്ടല്ല, നിന്ദിച്ചിട്ടല്ല, മറിച്ച് ഖുർആനും ഹദീസും ഓതി ഇമാമിങ്ങളെ കിതാബ് ധരിച്ച് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുത്തു. ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുത്തു. 40 ദിവസത്തെ വാദം പറഞ്ഞു. 40 ദിവസം വാദം ശരിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈമാനുള്ള മനുഷ്യന്മാര് ഇതാണ് ശരി എന്ന് മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു. ഞാൻ ചെല്ലുമ്പോൾ കോരങ്കോട്ട് മൂസ ഹാജി, ഞാൻ പേര് തന്നെ പറയാം, കോരങ്കോട്ട് മൂസ ഹാജി ജമാഅത്ത് ഇസ്ലാമിന്റെ ട്രസ്റ്റ് മെമ്പറാണ്. അദ്ദേഹം മരിക്കുമ്പോൾ സിറാജുൽ ഹുദയുടെ കീഴിൽ നിർമ്മിച്ച മണ്ണൂർ പള്ളിയുടെ പ്രസിഡന്റ് ആയിട്ടാണ് മരിച്ചത്. ഞാൻ ചെല്ലുമ്പോൾ അബ്ദുൽ കരീം സാഹിബ്, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ അംഗീകരിക്കുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ചെറിയ കൊമ്പളം പള്ളിയുടെ ഭാരവാഹിയാണ്. അങ്ങനെ വേണമെങ്കിൽ ഇന്ന് എന്ന അർത്ഥത്തിൽ 10-100 ആളുകളെ പേര് ഞാൻ പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, നമ്മൾ കുറ്റം പറയലും തെറിവറിയലും നമ്മുടെ ഡ്യൂട്ടിയല്ല. പരിശുദ്ധ ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു അത് സാധാരണക്കാർക്ക് അറിയില്ല. അല്ലാഹു തആല അവർക്ക് പഠിക്കാനുള്ള അവസരം നൽകട്ടെ. ഞാൻ വേദനയോടെ പറയട്ടെ, ക്രിസ്ത്യാനികളിൽപ്പെട്ട പുരോഹിതന്മാരുമായി ഒരു സംവാദം, അങ്ങനെ സംവാദം നടത്താൻ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ അക്ബർ മൗലവിയെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം സംവാദത്തിന് പോയി. സംവാദത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി 40 വയസ്സുവരെ ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഒരുപാട് പ്രസംഗത്തിൽ എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്നതിന് ഖുർആൻ തെളിവ് പറയുന്നു. ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരുന്നതിന് മുമ്പ് 40 കൊല്ലം നിങ്ങളിൽ ഞാൻ ജീവിച്ചില്ലേ, ആ ജീവിതമാണ് ഞാൻ നബിയാണ്, റസൂലാണ്, ഇത് ഖുർആനാണെന്നതിന്റെ തെളിവ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ചിന്തയില്ലേ? ഇയാൾ പറയുന്നത് അതുവരെ സാധാരണ അറബി പയ്യനാണ്. പിന്നെ ഖുർആൻ പറഞ്ഞതോ 40 കൊല്ലം ചിന്തിച്ചു നോക്കിയാൽ ഞാൻ നബിയാണ്, റസൂലാണ്, ഇത് ഖുർആനാണെന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞു. പിന്നെ ഖുർആൻ വെറുതെ പറഞ്ഞതാ? ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസും ഒക്കെ നേരത്തെ പറഞ്ഞ ഹദീസാണ്, ബുഖാരിയിലെ ഹദീസുകളാണ്, മുസ്ലിമിലെ ഹദീസാണ്. കുട്ടിക്കാലത്ത് കല്ല് സലാം ചൊല്ലി എന്ന് പറഞ്ഞത് സാധാരണ അറബി പയ്യന് കല്ല് സലാം പറയല. എത്ര അറബികൾ ഉണ്ടായിരുന്നു കഅബത്തിന്റെ കല്ലെടുത്ത് കൊണ്ടുപോകാൻ? അവർ തുണി അഴിച്ചിട്ടല്ലേ കൊണ്ടുപോയത്? ഒരൊറ്റ വ്യക്തിക്ക് ബോധം കെട്ട് വീണിരുന്നോ? ബുഖാരിയിലെ ഹദീസല്ലേ. എത്ര അറബികൾ ഉണ്ടായിരുന്നു? അവര് ആ ജബലുൻ നൂറിന്റെ മേലെ
ഗാറ് ഹിറയിൽ പോയി ഇരുന്ന് ഇബാദത്തെടുക്കലായിരുന്നോ അവര്? ഇതാർക്കാ മനസ്സിലാകാത്തത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രിസ്തീയ പുരോഹിതന്മാരുടെ മുമ്പിൽ പോയി ഞങ്ങൾ സ്നേഹസംവാദം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവിനെ എന്തിനു നിന്ദിച്ചു? പക്ഷേ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. അവര് ഞങ്ങള് മൗലവി പറഞ്ഞത് ശരിയായിക്കൂന്ന് മനസ്സിലാക്കി അവര് പിന്നാലെ നിൽക്കുകയാണ്. അല്ലാഹുവേ, അസാധാരണക്കാർക്ക് നീ ചിന്താശക്തി നൽകണം റഹ്മാനെ. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം കഴിയാൻ നോക്കുമ്പോ ഒരാൾ പറഞ്ഞ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബഹുമാനുണ്ട്, പക്ഷേ നബി തങ്ങൾ ജനിച്ചതിന് നമ്മളെന്തിനാ സന്തോഷം പ്രകടിപ്പിക്കുന്നു? അത് ഹിജറ 300 ശേഷം ഉണ്ടായതാണ്. മൗലിദ് ഓതലും പാടലൊക്കെ ഹിജറ 300 ശേഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സഹാബത്തിയല്ലേ മൗലിദ്, നമ്മളെല്ലാവരും കൂടി ഒന്ന് ചൊല്ലാന്ന് പറഞ്ഞു. നിങ്ങളും വേണേ ചൊല്ലിക്കോളി. من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمد المطاع جئت شرفت المدينة مرحبا يا خير داع. അതാര് ചൊല്ലിയതാ? സഹാബത്ത് ചൊല്ലിയതാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അപ്പൊ പിന്നെ ഹിജ്റ 300 ശേഷമാണെന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? പക്ഷേ ഇന്നത്തെ ചില രൂപഭാവങ്ങൾ ഹിജ്റ 300 ശേഷം വന്നതാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇസ്ലാമിക പ്രബോധനം നടക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മീലാദ് സമ്മേളനം ഈ രൂപത്തിൽ ഒരു സ്റ്റേജ് കെട്ടി നടത്താറില്ല, നോട്ടീസ് ഇറക്കാറില്ല, മൈക്ക് അനൗൺസ് നടത്താറില്ല, പെർമിറ്റ് എടുക്കാറില്ല. അതൊക്കെ പിന്നെ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഖുർആൻ ഓതാറുണ്ട്. പക്ഷേ 30 ജുസുള്ള മുസ്ഹഫ് നോക്കിയിട്ട് ഖുർആൻ ഓതൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ല. 30 ജുസുള്ള ഒരു മുസ്ഹഫ് ഒന്നായിട്ട് എഴുതി വെച്ചിട്ടും ഇല്ല. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ആദ്യമായി എഴുതി വെക്കുന്നത്. അപ്പോൾ നബി തങ്ങൾ ചെയ്യാത്ത നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ ഉമറേ? ചോദിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറുപടി പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താ മറുപടി? ഇന്ന ഹാദാ ആല വല്ലാഹി ഖൈർ, വല്ലാഹി ഇത് നല്ല കാര്യമാണ്, നല്ല കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചതാണ്. അവിടുന്ന് ചെയ്ത് കാണിച്ചു തരണമെന്നില്ല. നല്ല കാര്യം ചെയ്തിട്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വളരെ മോശമായി ആയിഷ ബീവി ചാടിപ്പോയിട്ട് മുഹമ്മദ് നബി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചില പെൺകുട്ടികൾ ചാടിപ്പോലുണ്ടല്ലോ, അതുപോലെ ആയിഷ ബീവി ചാടിപ്പോയി എന്ന് അയാൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് അയാളോട് ഒരു ബന്ധവുമില്ല. റസൂലുള്ളാഹിന്റെ ഭാര്യയെ കുറ്റം പറഞ്ഞതോടുകൂടി പിന്നെ എങ്ങനെ ഞാൻ ബന്ധമുണ്ടാവും? അതുകൊണ്ട് അയാൾ ഞാനായിട്ട് ബന്ധമുണ്ടെന്ന് വിചാരിക്കണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് അയാൾ സുന്നിയല്ലല്ലോ. അയാളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, പ്രായമുള്ളൊരു വ്യക്തിയല്ലേ. റാഫിദത്തിന്റെ വാദമാണ് അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന വാദം, അള്ളാഹ് കസേരയിലിരിക്കുന്നു എന്നുള്ള വാദം. ആ വാദമാണ് ഇപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കളുടെ അൽമനാർ മുഴുവനും നിറച്ചു വെച്ചിരിക്കുന്നത്. അതും ഒരു ബുദ്ധിയുള്ളവൻ ആലോചിക്കട്ടെ, പടച്ചോനുള്ള വിശ്വാസം മാറുമോ? ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇത് അൽമനാർ 2007 മെയ്, ഇതിന്റെ 57ാമത്തെ പേജ് കേട്ടോ. അല്ലാഹു അവന്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും, അവന്റെ മറ്റേ കൈ കൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും. അവന്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അല്ലാഹുവിന് 2 കൈ, അല്ലാഹുവിന് ഇടത് കൈ ഇല്ല, രണ്ടും വലതാണ്.
ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന് ഒരൊറ്റ അവയവങ്ങളും ഇല്ല. അള്ളാഹു തആല സൃഷ്ടികളെ പോലെയല്ല, സൃഷ്ടികളുള്ളതാണ് അവയവം. ഇത് 2007 മെയ്യിലെ അൽമനാർ. എന്നാൽ സുഹൃത്തുക്കളെ, 2 കൊല്ലം കഴിഞ്ഞ് 2009 ജനുവരിയിലെ അൽമനാർ, ഇതിന്റെ 24ാമത്തെ പേജ്. അള്ളാഹുവിന് 2 കൊല്ലം കൊണ്ട് മാറ്റം ഉണ്ടാവും? നിങ്ങൾ കേട്ടോളി, ഞാൻ വായിക്കാം. അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും. പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്. എവിടെ അഹങ്കാരികളും ധിക്കാരികളും? ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2007 മെയ്യിൽ അള്ളാഹ്ക്ക് ഇടത് കൈയില്ല. 2009 ജനുവരിയിൽ അള്ളാഹ്ക്ക് ഇടത്തെ കൈയുണ്ട്. അപ്പൊ എങ്ങനെ പടച്ചവൻ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റുന്നിടത്തനാ? അപ്പൊ എവിടെയാ പിഴവ് പറ്റിയത്? പിഴവ് പറ്റിയത് തൗഹീദിലാണ്, അല്ലാഹുവിലുള്ള വിശ്വാസത്തിലാണ്. നമ്മുടെ പ്രവർത്തകന്മാർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കണം, നമ്മുടെ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ച ജനങ്ങൾക്ക് പിഴവ് പറ്റിയത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിലാണ്. ഇത് രണ്ടും അവരുടെ മുഖപത്രമായ അൽമനാറാണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടും അല്ലാഹു ആര്, ഇസ്ലാം എന്ത് എന്ന എന്റെ പ്രശസ്തമായ 10,000-കണക്കിന് ആളുകൾ കേട്ട CD, DVD ഈ സദസ്സിൽ കിട്ടും. നിങ്ങൾ അതൊന്ന് വാങ്ങിക്കെട്ടു നോക്ക്. ആരെങ്കിലും ചീത്ത പറയുന്നുണ്ടോ? ഞാൻ അല്ലാഹുവിലുള്ള വിശ്വാസം പഠിക്കണം നമ്മൾ. അത് കൊല്ലത്തിൽ മാറുന്ന വിശ്വാസമല്ല. 1000-കണക്കിന് CD ഉണ്ട്. ഇപ്പൊ സമയമല്ല പറയാൻ. അത് കേട്ടോളി. സൂറത്ത് യാസീൻ 150 ഉറുപ്പിക കൊടുത്താൽ 13 CD കിട്ടും. സൂറത്ത് യാസീൻ ഫുൾ. അതിൽ ഒരുപാട് വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കറാമത്തും അതുപോലെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ചീത്തയുമില്ല, ഒരു സംഘടനയുടെ പേര് പോലും ഇല്ല. ജനങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രസംഗിച്ച വിവാഹം. ഞാൻ ഇവിടെയുള്ള സ്ത്രീകളോട് പറയും, 5 ദിവസം ഞാൻ പ്രസംഗിച്ച 10 CD അതിന്റെ കിറ്റ് വാങ്ങി നിങ്ങൾ കേൾക്കണം. അതൊന്നും സംഘടനയെ പറയാനുള്ളതല്ല, ദീന് പഠിപ്പിക്കാനാ. സംഘടനയെ പറയുമ്പോൾ ലക്ഷ്യമല്ല. സംഘടനയെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയും, അത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ അൽമനാറൊക്കെ പറയും, അല്ലാതെ ആരെയും കുറ്റം പറയാനല്ല. നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. അല്ലാഹുവിനെ സംബന്ധിച്ച് പിഴച്ച വിശ്വാസം വെച്ച് പുലർത്തിയ റാഫിളത്ത്, ആ റാഫിളത്തിന്റെ വിശ്വാസം കേരളത്തിൽ ഇറക്കുമതി ചെയ്തതാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി റിപ്പോർട്ട് കിട്ടാത്ത ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ള വാദം വന്നത്. ആ വാദം തന്നെ തെറ്റാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റബീഉൽ അവ്വൽ 12-ന് മൗലിദ് ഓതിയ മൗലിദാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് പിന്നെ അതിൽ സംശയിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇനിയും മൗലിദിന്റെ കാര്യത്തിൽ തീരെ സംശയിക്കേണ്ട. കാരണം ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞ മുജാഹിദ് ആശയം കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് EK മൗലവിയും K മൗലവിയും TK മൗലവിയും MCC മൗലവിയും ഒക്കെ അല്ലേ? ആർക്കോ സംശയമുണ്ടോ? അവർ എന്താണ് എഴുതിയത്? അൽ മുർഷിദ് പത്രം 1936 ജൂൺ മാസത്തിൽ അവരെന്താ എഴുതിയത്? മുസ്ലിം ലോകത്തെ ആകമാനം ആനന്ദ സാഗരത്തിൽ ആരാടിക്കുന്ന റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിന്റെ ആഗമനം ലോകത്തിന് അനുഗ്രഹമായി അവതീർണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്നത്തെയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. മനുഷ്യലോകത്തെ ആകമാനം ഉദ്ധരിക്കുവാൻ പര്യാപ്തമായ ഒരു ദീനും കൊണ്ടാണ് ആ പുണ്യാത്മാവ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ എന്ന ആയത്ത് കൊടുത്തിട്ട് പറയാണ്, ഇങ്ങനെയുള്ള ഒരു മഹാത്മാവിന്റെ ജന്മദിവസം വരുമ്പോൾ ആരാണ് ആഹ്ലാദഭരിതരാകാതിരിക്കുന്നത് എന്ന് ഞാൻ എഴുതിയതല്ല. മുജാഹിദിന്റെ പത്രത്തിൽ അൽ മുർഷിദിൽ EK മൗലവി എഴുതിയതാ. അപ്പൊ വിവരമുള്ളവർ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുന്നതിനെതിരെ ഒരു വിവരമുള്ളവരും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഇബ്നു തൈമിയ വലിയ വിവരമുള്ള ഒരു പണ്ഡിതനാണ്.
പക്ഷേ അദ്ദേഹത്തിന് ചില വിഷയങ്ങളിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഉള്ളതുള്ളതുപോലെ പറയണം. അദ്ദേഹം പറഞ്ഞു ഖബറിന്റെ അടുക്കൽ വെച്ച് ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് എന്നാൽ ഖബറിലുള്ളവരെ വിളിക്കാറുണ്ട്. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ അസ്സലാമു അലൈക്കും. ഖബറിലുള്ളവരെ വിളിക്കാറുണ്ട്, അവർക്ക് സലാം പറയാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട് എന്ന് മാത്രം അല്ല, യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ പുറമെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതം. സഹീഹ് മുസ്ലിമിലെ ഹദീസ്, അബൂദാവൂദിന്റെ ഹദീസ്, തിർമിദിയുടെ ഹദീസ്, അങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ പോയി ഖബറിൽ കിടക്കുന്ന ആളുകളെ വിളിച്ചതും അവിടെ വെച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതും ആ ഖബറിലുള്ളവരുടെ സമീപത്ത് വെച്ച് പ്രാർത്ഥിച്ചതും ഉണ്ട്. പക്ഷേ ഖബറിന്റെ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് ഇബ്നു തൈമിയ. പക്ഷേ ആ ഇബ്നു തൈമിയ പോലും പറഞ്ഞു ഫതഅളീമു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വത്തിഖാദുഹു മൗസിമൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ടാടുന്നതും റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെ ബഹുമാനിക്കുന്നതും ഖദ് യഫ്അലുഹു ബഅദുൻ നാസ്, പലരും അത് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഫലഹു അജ്റുൻ അളീമുൻ ഇൻദല്ലാഹ്, ഫലഹു അജ്റുൻ, അദ്ദേഹത്തിന് വലിയ പ്രതിഫലം. റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ലിഹുസ്നി ഖസ്ദിഹി വതഖ്ലീമിഹി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നല്ല നിയ്യത്തോടെ ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലം കിട്ടുമെന്ന് ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്, ഈ കെ മൗലവി പറഞ്ഞിട്ടുണ്ട്, കെ എം മൗലവി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവരമുള്ള എല്ലാവരും സുന്നി അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടിയാൽ അല്ലാഹു പ്രതിഫലം തരും. പിന്നെ അതിനെന്തിന് തർക്കിക്കണം? എന്തിനു മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം? പക്ഷേ അത് എവിടുന്ന് വന്നു? അത് ഞാൻ നേരത്തെ പറഞ്ഞ റാഫിളത്ത്. അല്ലാഹുവിന് ഒരു പുസ്തകത്തിൽ വലത്തെ കൈ മാത്രമേ ഉള്ളൂ, ഇടത്തെ കൈയില്ല എന്നും, വേറൊരു പുസ്തകത്തിൽ ഇടത്തെ കൈ ഉണ്ട് എന്നും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം കൺഫ്യൂഷനാക്കി ഈമാൻ തെറ്റിക്കാൻ വേണ്ടി പ്രവർത്തിച്ച റാഫിളത്ത്. ആ റാഫിളത്തിന്റെ വിശ്വാസം ഇവിടെയുള്ള മുജാഹിദിന്റെ മൗലവിമാര് കോപ്പിയടിച്ചു. അതുകൊണ്ടാണ് അബദ്ധം പറ്റിയത്. അല്ലാഹു തആല അറിവില്ലാതെ പിഴച്ചുപോയ എല്ലാ ആളുകൾക്കും അല്ലാഹു തആല സത്യം മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരന്മാര്, ഞാനിവിടെ നീട്ടി സംസാരിക്കുന്നില്ല. ഇനി വേണമെങ്കിൽ ഒരാൾ പറയും കെ എം മൗലവിക്ക് അബദ്ധം പറ്റി, ഈ കെ മൗലവിക്ക് അബദ്ധം പറ്റി, ഇബ്നു തൈമിയക്ക് അബദ്ധം പറ്റി, ഞങ്ങളെ ഈ മൗലവിക്ക് മാത്രം അബദ്ധം പറ്റിയില്ല. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അല്ലാഹുവിന് അബദ്ധം പറ്റുമോ? അല്ലാഹുവിന് അബദ്ധം പറ്റുമോ? അല്ലാഹു പറയുന്നു, പരിശുദ്ധ ഖുർആനാണ് ഓതുന്നത്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥരിൽ നിന്ന് മഹത്തായ ഉപദേശമായ ഖുർആൻ വന്നിരിക്കുന്നു. വസിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള അഹങ്കാരം, അസൂയ, വൈരാഗ്യം, വിദ്വേഷം, അകപ്പെരുമ, അങ്ങനത്തെ ദുഷിച്ച ചിന്തകള്, അതുപോലെ നിങ്ങളെ മനസ്സിലുള്ള വേണ്ടാത്ത ആശയങ്ങള്, അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനും ശമനം നൽകുന്ന ഖുർആൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വന്നിരിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം വന്നിരിക്കുന്നു. ഫബിഅദീ ഖുൽ, പറയൂ നബിയേ, ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹു തന്ന ഔദാര്യമായ ഖുർആൻ മുഖേന, വബിറഹ്മതിഹി, അവൻ സർവ്വലോകത്തിനും അനുഗ്രഹമായി അയച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന, ഫബിദാലിക, അത് രണ്ടും നിമിത്തമായി തന്നെ, ഫൽയഫ്റഹൂ, അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ, ഹുവ
വഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അവര് സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളെക്കാളും അതേറ്റവും ഖൈറാണ് നബിയേ. നബിയെ കൊണ്ടുള്ള സന്തോഷ പ്രകടനം, ഖുർആൻ കൊണ്ടുള്ള സന്തോഷ പ്രകടനം. ഞാൻ കുറ്റ്യാടിയിൽ നിന്ന് 40 കൊല്ലത്തോളം മൗലിദില്ലാതെയായിപ്പോയ കുറ്റ്യാടിയിൽ ഞാൻ 1990 കാലത്ത് അവിടെ പ്രസംഗിക്കുമ്പോൾ ഈ ആയത്തോതി. അപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു മൗലവി വന്നു. അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ വായിലെ നാവിന്റെ ഊക്ക് എന്നറിയോ? അദ്ദേഹം ഒരൊറ്റ വെല്ലുവിളി. പേരുടെ ഈ ആയത്തിൽ വബി റഹ്മത്തിഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം മുഹമ്മദ് നബിയാണ് എന്ന് വലത്തുന്നിടത്തോട്ട് എഴുതിയ ഏതെങ്കിലും ഒരു തഫ്സീറിൽ കാണിച്ചു തരുമോ? ഞാൻ ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ കിതാബ് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുറ്റ്യാടിയിൽ. റൂഹൽ മആനി തഫ്സീർ കൊണ്ടുവന്ന്. റൂഹൽ മആനി തഫ്സീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, മരിച്ചോല് വെക്കൂല എന്ന് പറഞ്ഞ ഒരാളാ എഴുതി തന്നെ. പിന്നെ നമ്മളാളാന്ന് പറയണ്ട. റൂഹൽ മആനി തഫ്സീർ, ആലൂസിയുടെ തഫ്സീർ എടുത്തുകൊണ്ടുവന്ന് അത് നിവർത്തി കാണിച്ചു കൊടുത്തു. ആരാ തഫ്സീർ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസർജനത്തിന് പോയി തിരിച്ചു വരുമ്പോ വൃത്തിയാക്കാനുള്ള വെള്ളം കൊടുത്തത് കൊണ്ട് ആരാണ് ഈ വെള്ളം കൊണ്ടുവന്ന് വെച്ചത് എന്ന് ചോദിച്ചപ്പോ അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് മറുപടി പറഞ്ഞപ്പോ ആ ചെറിയ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലുള്ള ചെറിയ കുട്ടിയാണത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി കാലത്ത് കുട്ടിപ്രായമുണ്ടായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് വെള്ളം കൊടുത്ത ആ വലിയ അദബ്, വലിയ ബഹുമാനം, സ്നേഹം കാണിച്ച കാരണം കൊണ്ട് നബി തങ്ങളതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കൈവച്ചിട്ട് അല്ലാഹുമ്മ അൽഹിംഹുൽ ഖുർആൻ, നീ ഇദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിക്കണേ അല്ലാഹ് എന്നൊരൊറ്റ ദുആ. ആ പൊരുത്തം കൊടുത്തതിനാൽ, ആ ദുആ നടത്തിയതിനാൽ ലോകത്തുള്ള എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളെയും നേതാവായി പറയപ്പെടുന്ന സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ആയത്തിന് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനാണ് അല്ലാഹ് പറഞ്ഞതെന്ന് തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. അത് പേരോടിന്റെ വകയല്ല, കാന്തപുരം ഉസ്താദിന്റെ വകയല്ല, കണ്യത്ത് ഉസ്താദിന്റെയോ ഇ.കെ. ഉസ്താദിന്റെയോ വകയല്ല. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ ഞാൻ അങ്ങ് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് കുറ്റ്യാടിയിൽ ജനങ്ങൾ മാറിയത്. അല്ലാതെ ചീത്ത പറഞ്ഞിട്ടല്ല, പരിഹസിച്ചിട്ടല്ല, കുറ്റം പറഞ്ഞിട്ടല്ല, നിന്ദിച്ചിട്ടല്ല. പരിശുദ്ധ ഖുർആനിന്റെ തെളിവ് കാണിച്ചു കൊടുത്തപ്പോൾ ഖുർആൻ അംഗീകരിക്കുന്ന ഈമാനുള്ള ജനങ്ങൾ അവർ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു. അതേ നിലവാരം ഈ വദായിലും പരിസരങ്ങളിലും അല്ലാഹു നൽകട്ടെ. സുഹൃത്തുക്കളെ, ഒരു ദിവസം ഒരു മുസ്ലിയാർ എന്നോട് ഉസ്താദേ, തൊട്ടടുത്തൊരു പുതിയ വീടുണ്ടാക്കി താമസിക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു പുതിയ വീടുണ്ടാക്കി എന്റെ സ്നേഹിതൻ ബഷീറിന്റെ വീട് ഉദ്ഘാടനം ചെയ്തിട്ട് വരിക. അങ്ങനെ വീടുണ്ടാക്കി താമസിക്കുമ്പോ ഭക്ഷണം കൊടുക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെയും കൊടുക്കുന്നുണ്ടെന്നാ മനസ്സിലായി. കാരണം പോയ സ്ഥലത്ത് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അതിന് ചില സ്ഥലത്ത് ഗൃഹപ്രവേശനം എന്ന് പറയും, ചില സ്ഥലത്ത് കുടിയിരിക്കുക എന്ന് പറയും, ചില സ്ഥലത്ത് കുറ്റൂഷ എന്ന് പറയും. പേരെന്ത് പറഞ്ഞാലും സംഗതി ഒന്ന് തന്നെ. അപ്പോ ഇവിടെ എന്താ പറയാ കുടിയിരിക്കൽ എന്നും പറയും. അങ്ങനെ ഒരു കുടിയിരിക്കലുണ്ട്, ഗൃഹപ്രവേശമുണ്ട്. അതിന് ക്ഷണിച്ചിട്ടുണ്ട്, പോണോന്ന് ചോദിച്ചു എന്നോട്. ഞാൻ അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം തന്നെ അലിയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഭാവം ഇങ്ങനെ വിവരിക്കുമ്പോ പറഞ്ഞു, യുജീബു ദഅവത്തൽ അബ്ദി വൽ മിസ്കീനി വൽ ഗനി വൽ ഫഖീരി, യുജീബു ദഅവത്തൽ അബ്ദി വൽ ഫഖീരി. ഏതു സാധു ക്ഷണിച്ചാലും പോകും, മുതലാളി ക്ഷണിച്ചാലും പോലും പോകും, അടിമ ക്ഷണിച്ചാലും പോകും, ഉടമസ്ഥൻ ക്ഷണിച്ചാലും പോകും, നബിതങ്ങൾ ആര് ക്ഷണിച്ചാലും പോകും. അതാ സ്വഭാവം. അപ്പൊ ക്ഷണിച്ചാ പോണ്ടേ? അതല്ല, പിന്നെന്താ, അവിടെ മൗലിദ് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മൗലിദ് ഓതിയിട്ട് ചോറ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു.
മൗലിദ് ഓതിയിട്ട് ചോറ് തരൂല എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ ചോദിച്ചു മൗലിദ് ഓതുന്നില്ലെങ്കിൽ ഫാത്തിഹ ഓതിക്കൂടെ വെച്ച് ഫാത്തിഹ ഓതാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താ ഓതുക? ഫാത്തിഹ ഓതിക്കൂടാന്ന് പറഞ്ഞാല് ഞാനിപ്പോ പോയ സ്ഥലത്ത് മൗലിദ് ഓതാൻ നേരമില്ലല്ലോ, നിങ്ങളിവിടെ കാത്തുക്കുന്നില്ലേ? ഞാൻ ഫാത്തിഹ ഓതിയിട്ട് വരുന്നതാ. ഫാത്തിഹ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയാ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ ഓതിയാലും ഓന്ന് കേട്ടാലും അള്ളാന്റെ റഹ്മത്ത് കിട്ടും. പിന്നെ ഓതാൻ പാടില്ല എന്ന് പറ്റുമോ? അള്ളാഹ് പറയുന്ന റഹ്മത്ത് കിട്ടും. ഫാത്തിഹയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഫാത്തിഹയിലുള്ള രണ്ടക്ഷരം ഓതിയിട്ട് ദ്വാരനാ ദ്വാക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ടാ സുന്നികൾ ഫാത്തിഹ ഓതി ദ്വാരക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാ, മുസ്ലിമിലുള്ള ഹദീസാ. ഫാത്തിഹ ഓതി ദ്വാരനാ ഉത്തരം കിട്ടും. ഞാൻ ഇന്നാളെ ഒരു ദിവസം കടവത്തൂര് അവിടെ കുറച്ച് സുന്നി ആശയം തെറ്റിദ്ധരിച്ചു പോയ കുറച്ച് ആളുകൾ കടവത്തൂർ അവിടെ ഒരു മരിച്ചവരെ പോയി. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരനാ ഉത്തരം കിട്ടും. മരിച്ച വീട്ടിൽ പോയാൽ നബി സല്ലല്ലാഹു നിങ്ങളുടെ പതിവ് എന്താ? മരിച്ചാക്ക് വേണ്ടി ദ്വാരക്കലാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നൊക്കെ തുടങ്ങിയിട്ട് ദ്വാരക്കലാണ്. അപ്പൊ ഞാൻ ദ്വാ ചെയ്യുമ്പോ ഉത്തരം കിട്ടാൻ നല്ലതാണ് ഫാത്തിഹ ഓതൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ. ഞാൻ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരുന്നു. അപ്പൊ അവിടെയുള്ള മുസ്ലിമീങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. ഒരു അമുസ്ലിം സഹോദരൻ ഉണ്ടായിരുന്നു. അയാള് ബക്രീപൂർവ്വം ഇരുന്ന് രണ്ട് മുജാഹിദീങ്ങളുണ്ടായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ച് സ്വീപ്പാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വീപ്പാക്കി. ഞാനിങ്ങനെ വിചാരിച്ചു പഠിച്ചവനെ ഇവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണല്ലോ പഠിച്ചവനെ അള്ളാഹു ഇവർക്ക് അറിവ് കൊടുക്കണേ എന്തുവായിരുന്നു. വേറെ എന്ത് ചെയ്യാനാ? ഞാൻ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഔസിൽ വബല്ലിഗ് മിസ്ല സവാബി മാ ഖറഅനാഹു എന്ന് പറഞ്ഞു പഠിച്ചവനെ ഞങ്ങൾ ഖുർആൻ ഓതിയതിനെ നീ ഞങ്ങൾക്ക് പ്രതിഫലം തരുമല്ലോ. എന്നാ ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നതോടുകൂടി തന്നെ ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഞങ്ങളെ മുൻഗാമികൾക്ക് മുഴുവനും ഈ വീട്ടിൽ നിന്ന് മരിച്ചുപോയ ആൾക്ക് പ്രത്യേകിച്ചും ഞങ്ങൾ ഈ ഓതിയതിന്റെ പ്രതിഫലം എന്താണോ ഞങ്ങൾക്ക് തരുന്നത് അതുപോലത്തെ ഒന്ന് അവർക്കും കൊടുക്കണേ. ഞാൻ ആദ്യമായിട്ട് ദ്വാരക്ക്. പിന്നെ പറയാണ് പഠിച്ചവനെ അവരെ ഖബർ വിശാലമാക്കണേ. അപ്പൊ ആമീൻ പറഞ്ഞാൽ എന്ത് കുഴപ്പമാവും ആലോചിച്ചു. ഞാൻ ആരോടാ ദ്വാരുന്നത്? ഖുർആനിൽ അല്ലാഹ് പറയുന്നു ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് ദ്വാരുന്നോളൂ ഞാൻ ഉത്തരം തരും. ഞാൻ അള്ളാഹിനോടല്ലേ ദ്വാരുന്നത്? അതിന് ആമീൻ പറഞ്ഞൂടെ? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. ദുആ ചെയ്താൽ ഉത്തരം തരുമെന്ന് അല്ലാഹ് പറയുന്നു. ഞാൻ എനിക്ക് കിട്ടുന്നത് പോലെ ഒന്നും മരിച്ച മയ്യത്തിനും കൊടുക്കണം എന്ന് അള്ളാഹിനോട് പറയുന്നു. അള്ളാഹു കൊടുത്താൽ നമുക്ക് വല്ല കുറവും വരുമോ? പടച്ചവന്റെ ഖജനാവിന് വല്ല കുറവുമുണ്ടോ? പിന്നെ ഫാത്തിഹ ഓതി ദ്വാരക്കുമ്പോ എന്തിന് ആമീൻ പറയാതെ പരിഹസിച്ചു? ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, അറിവില്ലാത്തത് കൊണ്ടല്ലേ അല്ലാ. ഞാൻ ഒരിക്കൽ യൂസുഫ് അലി സാഹിബിന്റെ മാതാവോ പിതാവോ രണ്ടിലൊരാൾ മരിച്ചപ്പോ ഞാൻ അബൂദാബിയിലുണ്ടായിരുന്നു. ഈ ലൂലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഒക്കെ ഉടമസ്ഥനായ യൂസുഫ് അലി സാഹിബ്, MA യൂസുഫ് അലി സാഹിബ്, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. കണ്ണോക്കിന്റെ ദിവസമാണ്. ഞാൻ ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോ അജ്മാനിലുള്ള അലി ഡോക്ടർ ഉണ്ട്. അദ്ദേഹം മുജാഹിദിന്റെ പ്രവർത്തകനാണെന്നാണ് പലരും പറയാറ്. പക്ഷേ ഞാൻ ഫാത്തിഹ ഓതി ദുആ ഇറക്കുമ്പോ യൂസുഫ് അലി സാഹിബിന്റെ കൂടെ അലി ഡോക്ടറും കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ച് ആമീൻ പറയുന്നത് ഞാൻ കേട്ടു. അതേ സമയത്ത് ഒരു വലിയ മൗലവി ഉണ്ടായിരുന്നു. അയാൾ കൈ ഇങ്ങനെ താഴ്ത്തിയിട്ട് വലിയ ധൈര്യത്തിൽ അവിടെ ഇരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചു പഠിച്ചവന് ഈ ഡോക്ടറുടെ ചിന്ത പോലും ഇദ്ദേഹത്തിന് ഇല്ലാതെ പോയല്ലോ. അല്ലാഹുവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അതിന് ആമീൻ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതല്ലേ? എന്താ പറഞ്ഞത്? മാ ഹസദതുകുൽ യഹൂദു അലാ ശൈഇൻ കമാ ഹസദതുകും അല തയ്ബീനി വസ്സലാമീൻ. യഹൂദികൾക്ക് മുസ്ലിമീങ്ങളായ നിങ്ങളോട് വലിയ അസൂയയാണ്. നിങ്ങൾ ഒരാൾ ദുആർന്നിട്ട് മറ്റുള്ളവർ ആമീൻ പറയുന്ന കൂട്ടുപ്രാർത്ഥന, അതിന് യഹൂദികൾക്ക് വലിയ അസൂയയാണ്. അതുകൊണ്ട് ഫഅക്സിറൂ മിൻ ഖൗലി ആമീൻ. മുസ്ലിം സമുദായമേ, നിങ്ങൾ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് ആമീൻ പറയുന്ന ദുആ വർദ്ധിപ്പിക്കണേ എന്ന് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആ നിലയ്ക്ക് യൂസുഫ് അലി സാഹിബ് ആമീൻ പറയുന്നു, ഡോക്ടർ അലി ആമീൻ പറയുന്നു, ഈ മൗലവി ആമീൻ പറയുന്നില്ല. അള്ളാഹിനോട് ദ്വാരക്കുന്നതിന് എന്തിനാണ് ഈ വിരോധം? എന്നാൽ സഹോദരന്മാരെ, ഫാത്തിഹയും മോദി കൂടാ പുതിയ പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോ ബിരിയാണി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തത് തിന്നണം. ഇതിനാണ് എന്നെ ക്ഷണിച്ചത്, ഞാൻ പോണോന്നാ ഒരു മുസ്ലിയാർ ചോദിച്ചത്. ഞാൻ പറഞ്ഞു
അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് അയാൾ പേച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ വിടരുത്. അയാളെ നമ്മൾ നന്നാക്കി എടുക്കാൻ നോക്കണം. അയാൾ ചീത്ത അറിയരുത്. അയാളെ നന്നാക്കി എടുക്കാൻ നോക്കണം. എങ്ങനെ? അയാളോട് ചോദിക്കണം, എന്താ നമുക്ക് അവിടെ ഒരു ഫാത്തിഹ വരണ വരിക, അല്ലെങ്കിൽ ഒരു മങ്കൂസുമിൽ തോന്നിയാൽ എന്താ വരിക എന്ന് അയാളോട് ചോദിക്കാം. അപ്പൊ പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മൗലിദ് ഓതിയിട്ട് ചോറ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ജന്മദിനത്തിന് ചോറ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അച്ചോറ് ഹറാമാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തോട് സൗമ്യമായി ചോദിക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതിയ വീട് നിർമ്മിച്ചിട്ട് ആ വീട്ടിന്റെ ഉദ്ഘാടനത്തിന് ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ടോ? ബിരിയാണി വേണ്ട ഗോതമ്പ് കഞ്ഞി കൊടുത്തിട്ടുണ്ടോ? വല്ല ഭക്ഷണവും വീട് ഉദ്ഘാടനത്തിന് ഗൃഹപ്രവേശന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഇയാള് പറഞ്ഞു, ഒരു പുതിയ വീടുണ്ടാക്കി താമസിക്കൽ വലിയ സന്തോഷല്ലേ ഉസ്താദെ, അപ്പൊ ആ സന്തോഷം പ്രകടിപ്പിച്ച് കൊടുക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൽ ഞങ്ങൾ മുസ്ലിമീങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നു. നിങ്ങൾ വീട് നിർമ്മിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോ അതിന്റെ സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കുന്നു. രണ്ടും റസൂലുള്ളാഹി ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ വീട്ടിന്റെ സന്തോഷത്തെക്കാൾ ആ വീട് ഞാനും നിങ്ങളും ഒരു ദിവസം ഇറങ്ങി മയ്യത്ത് കെട്ടിൽ കയറിയിട്ട് ഖബറിലേക്ക് പോകാൻ വേണ്ടിയുള്ള വീടല്ലയോ? അതേ സമയത്ത് ആ ഖബർ ചെന്നാൽ ആദ്യം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലയോ? അവിടുന്ന് ചെന്നാ പിന്നെ നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളത് നബി തങ്ങളല്ലയോ? ഹൗദുൽ കൗസർ തരാനുള്ളത് നബി തങ്ങളല്ലയോ? അങ്ങനെ എല്ലാ രംഗത്തുമുള്ള നമ്മെ ഈ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നേതാവായ നബി തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ബിരിയാണി കൊടുക്കുമ്പോൾ ഹറാമും, ഈ താൽക്കാലികമായ വീട് നിർമ്മിച്ചതിന്റെ സന്തോഷത്തിന് കൊടുക്കുന്ന ബിരിയാണി ഹലാലുമെന്ന് പറയാൻ ഏത് ഖുർആനിലെ ആയത്താണ് തെളിവ്? ഏത് ഹദീസാണ് തെളിവ്? ഏത് ഇമാം പറഞ്ഞതാണ് തെളിവ്? ഏത് സ്വഹാബത്ത് പറഞ്ഞതാണ് തെളിവ് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന് മറുപടിയില്ല. ഇനി ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഖുർആനിലേക്ക് വരൂ സുഹൃത്തുക്കളെ. ഖുർആൻ നബി തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ അടുത്ത വാചകം എന്താണ്? സൂറത്ത് യൂനുസിൽ. ഞാനിവിടെ കയറി വന്നപ്പോ ഒരുപാട് ആള് നേർച്ച പൈസ സിറാജുലുലേക്ക്. നേരത്തെ അരീക്കോട് പോയപ്പോ തന്നിട്ടുണ്ട്, മരിച്ചവരെ പോയപ്പോ അവിടുന്ന് തന്നിട്ടുണ്ട്, ഗൃഹപ്രവേശനത്തിന് പോയപ്പോ അവിടുന്ന് തന്നിട്ടുണ്ട്. പോകുന്നവരെല്ലാം നേർച്ചിട്ടു. അതിൽ പ്രത്യേകം ഞാൻ നന്ദി പറയാണ് ആർക്ക്? നാദാപുരത്ത് വന്ന് കണ്ണന പ്രസംഗം നടത്തിയ മൗലവിക്ക് നന്ദി പറയേണ്ടതിന് നന്ദി പറയണം. അദ്ദേഹം നാദാപുരത്ത് വന്ന് എന്നോട് കണ്ണന പ്രസംഗം നടത്തുമ്പോ എന്റെ ആദ്യത്തെ രണ്ടാമത്തെ സീഡിയിൽ കേൾക്കാം, അദ്ദേഹം എന്നെ പരിഹസിച്ചു. ഞാനൊരു സ്ഥലത്ത് വയത് പറഞ്ഞ് സംഘാടകർക്ക് പൈസ പിരിച്ചു കൊടുക്കുമ്പോ സിറാജുൽ നേരത്തെ പൈസ ഓരോരുത്തർ ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ കീശ കാണിച്ചു കൊടുത്തില്ല, ഇവിടെ ഇട്ടോ കീശയിലിട്ടോന്നാണ്. അത് പിടിച്ചെടുത്തിട്ട് അദ്ദേഹം ക്ലിപ്പാക്കിയിട്ട് നാദാപുരത്തുനിന്ന് എന്റെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് എന്റെ കാരണവന്മാർക്കും എന്റെ കുടുംബങ്ങൾക്കൊക്കെ കാണിച്ചിട്ട് പരിഹസിച്ച്, കണ്ടോ മുസ്ലിയാര് കീശ പൈസയിലിട്ടോ, കീശ പൈസ ഇട്ടോ എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അപ്പൊ ഞാൻ എന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, അല്ലാഹു തആല തന്നൊരു ബറക്കത്താണ്. 2 ലക്ഷം റുപ്യോളം ഒരു മാസത്തിൽ സിറാജിലേക്ക് നേർച്ച പൈസ കിട്ടുന്നുണ്ട്, നിങ്ങൾ അസൂയ വെക്കണ്ടാന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, 9 ഗണ്ണന പ്രസംഗം അദ്ദേഹം നടത്തി, 9നും ഞാൻ മറുപടി പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ വരവ് കാരണത്താൽ 20 ലക്ഷം ഉറുപ്പിക നേർച്ച പൈസ കിട്ടുന്നുണ്ട് മാസത്തിൽ. ഇവിടെ വന്നപ്പോഴും കിട്ടിയിട്ടുണ്ട്. വരുന്ന ബൈക്കുന്ന 1 ലക്ഷം റുപ്യ ഒരാൾ തന്നിട്ടുണ്ട്. ഇപ്പം വരുന്ന വരത്തിൽ അങ്ങനെ കിട്ടുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴും കിട്ടിയിട്ടുണ്ട്. എന്നോട് ഒരാൾ, കണ്ണൂരിലുള്ള ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളെ പ്രസംഗം ഞങ്ങൾ അങ്ങനെ കേൾക്കില്ല, ഞങ്ങൾ സെൽഫിന്റെ പ്രസംഗം കേൾക്കല്. അതിലിങ്ങനെ ഈ സ്ഥാപനത്തിനെ പറ്റി കേട്ടപ്പോ ഒരു മാറാത്ത രോഗം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നേർച്ചയാക്കി നോക്കട്ടെ, നേർച്ചയാക്കി മാറിപ്പോയി, അതുകൊണ്ട് പൈസ കൊണ്ടുവന്നാണെന്ന്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ്, ഞാൻ കഴിഞ്ഞ ആഴ്ച സിറാജുൽ ഹുദയിലെ ദേവാ കോളേജിലെ കുട്ടികൾക്ക് ദർസ് നടത്തുമ്പോ അവർ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ്. ജലാലൈനി എന്നിൽ ഓതുന്നുണ്ട്.
അതേ ഇന്നിവിടെ വന്ന് ഞങ്ങൾക്ക് CD വിൽക്കുന്ന കുട്ടി അതിൽപ്പെട്ടതാണ്. അതേപോലെ സുബ്ഹാനല്ലാഹ്, ഞാൻ ബുഖാരി ഓതി കൊടുക്കുന്ന കുട്ടികളുണ്ട്. അവര് PGക്ക് പഠിക്കുന്ന കുട്ടികളാണ്. അവര് ഇംഗ്ലീഷിൽ MAക്ക് പഠിക്കുന്ന കുട്ടികളും സൈക്കോളജിക്ക് അങ്ങനെ തുടങ്ങിയ പലതിലും PGക്ക് പഠിക്കുന്ന കുട്ടികളാണ്. ആ ജലാലൈനി ഓതിക്കൊടുക്കുമ്പോ സൂറത്ത് യൂനുസാണ് ഞാനിപ്പോൾ ഓതിക്കൊടുത്തിരുന്നത്. ആ കുട്ടിയോട് ചോദിക്ക്, അന്ന് ഞാൻ ഈ ആയത്ത് ഓതിക്കൊടുക്കും. കുട്ടികളോട് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചോ, ഇതിന്റെ അർത്ഥമൊന്ന് പഠിച്ചു വെച്ചോ. അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന സന്തോഷം പ്രകടിപ്പിക്കലാണ് ഏറ്റവും ഖൈറായതെന്ന് പഠിപ്പിച്ചതിന് ശേഷം അല്ലാ പറയുന്നു, ഖുൽ പറയൂ നബിയേ, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ. നിങ്ങൾ എന്നോട് പറയൂ എതിരാളികളെ, അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിട്ടുള്ള ഭക്ഷണം, അല്ലാ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ള ഭക്ഷണം, ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ, അതിൽ ചിലത് നിങ്ങൾ ഹറാമാക്കി, ചിലത് നിങ്ങൾ ഹലാലാക്കി. പുതിയ വീടുണ്ടാക്കിയിട്ട് സന്തോഷത്തിന് ഭക്ഷണം കൊടുത്താൽ ഹലാല്, റസൂലുള്ള ജനിച്ചതിൽ സന്തോഷിച്ചിട്ട് ഭക്ഷണം കൊടുത്താൽ ഹറാമ്. ഇങ്ങനെ ചിലത് ഹറാമ്, ചിലത് ഹലാലാക്കി. അങ്ങനെ പലരും പലതും സ്വന്തം ഇഷ്ടത്തിന് ഹറാമും ഹലാലും ആക്കുന്നവർ റസൂലുള്ളാഹിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ കക്ഷികൾക്കും ബാധകമായ ഒരായത്ത്, ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ, ചില ഭക്ഷണം നിങ്ങൾ ഹറാമാക്കി, ചിലത് നിങ്ങൾ ഹലാലാക്കി. ഖുൽ പറയൂ, ചോദിക്കൂ നബിയേ, അല്ലാഹു അതിനലക്കും, അല്ലാഹ് നിങ്ങൾക്ക് സമ്മതം തന്നതാണോ? ഈ പുതിയ വീടുണ്ടാക്കിയിട്ട് ഗൃഹപ്രവേശനത്തിന് കൊടുക്കുന്ന ബിരിയാണി ഹലാല്, അല്ലാഹുവിന്റെ റസൂല് ജനിച്ചതിൽ കൊടുക്കുന്ന ഭക്ഷണം ഹറാമ് എന്ന് പറയാൻ, അതുപോലെ ഓരോ നിയമവും സ്വന്തം ഇഷ്ടത്തിന് പറയാൻ അല്ലാഹ് നിങ്ങൾക്ക് സമ്മതം തന്നതാണോ? അം അലല്ലാഹി തഫ്തറൂൻ, അല്ലെങ്കിൽ അള്ളാന്റെ ഭൂമിയിൽ അല്ലാഹുവിനില്ലാത്തൊരു നിയമം നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ വെച്ച് കെട്ടി, അതാ നിങ്ങൾ നുണ പറയുകയാണോ? നിങ്ങൾ അള്ളാന്റെ പേരിൽ നിയമം വെച്ച് കെട്ടി പറയുകയാണോ? ചോദിക്കൂ നബിയെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കെ മൗലവി മാത്രമല്ല, കെ മൗലവി മാത്രമല്ല, അത് ഇബ്നു തൈമിയ്യ മാത്രമല്ല, ഞങ്ങളെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളത് വേറൊരു വിഷയം. ഇത് പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹുവിനെ അബദ്ധം പറ്റുമോ? എങ്ങനെ ആ ഭക്ഷണം ഹറാമാണ് എന്ന് പറഞ്ഞത്? ഏത് ഖുർആനാണ് അതിന് തെളിവ്? ഏത് ഹദീസാണ് അതിന് തെളിവ്? ഹശാവക്കല്ല, ഒരായത്തും അതിന് തെളിവില്ല, ഒരു ഹദീസും തെളിവില്ല. അങ്ങനെ പറയുന്നവർ അല്ലാഹുവിന്റെ പേരിൽ കള്ളം വെച്ച് കെട്ടി പറയുന്നവരാണെന്ന് ഖുർആൻ. ആ സൂറത്ത് യൂനുസിൽ തന്നെ വേറൊരായത്തിൽ അല്ലാഹ് പറയുന്നു, അവനവന്റെ ആഖിറം അവനവൻ രക്ഷപ്പെടുത്തിക്കൊള്ളണം. അല്ലാഹ് പറയുന്നു, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ മുജ്രിമൂൻ. പടച്ചവന്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ, പടച്ചവന്റെ തെളിവ് പറഞ്ഞു കൊടുത്തിട്ട് അത് നേരാണെന്ന് വിശ്വസിക്കാതെ ആ തെളിവ്, ഖുർആനിലെ തെളിവ്, അത് കളവാക്കുന്നവനേക്കാൾ അക്രമി ആരാണ് നബിയേ? ഏറ്റവും വലിയ അക്രമി അള്ളാന്റെ ഖുർആൻ സ്വീകരിക്കാത്തവനല്ലേ? അള്ളാന്റെ പേരിൽ ഇല്ലാത്ത നിയമം കെട്ടിപ്പറയുന്നവനല്ലേ? ഇന്നഹു ലാ യുഫ്ലിഹുൽ മുജ്രിമൂൻ. ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് മതനിയമം ഉണ്ടാക്കി പറയുന്നവർ വിജയിക്കൂല. ഒരിക്കലും അല്ലാഹുവിന്റെ ഖുർആൻ സ്വീകരിക്കാത്തവർ വിജയിക്കൂല. അതുകൊണ്ട് ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ഒതായിലും പരിസരങ്ങളിലുമുള്ള മുസ്ലിം സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെയുള്ള ജുമഅയിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾക്ക് ആശയുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ അത് ലഭ്യമല്ല. മക്കയിലും മദീനയിലും നടക്കുന്ന ജുമഅ 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമഅയാണ്. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ടെലിവിഷൻ തുറന്നു നോക്കൂ. നിങ്ങൾ അവിടെ പോയ ഹാജിമാരോട് ചോദിച്ചു നോക്കൂ.
മക്കയിലും മദീനയിലുമുള്ള ജുമ 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമയല്ലേ? ഒതായിൽ അങ്ങനെ ഒരു ജുമ ഇപ്പോഴില്ല. കുറ്റ്യാടിയിലും അങ്ങനെ ഒരു ജുമ ഇല്ലായിരുന്നു കുറച്ചു കാലം. എടവണ്ണയിലും കുറച്ചു കാലം ഇല്ലായിരുന്നു. പഴയ കാലത്ത് അവിടെയൊക്കെ ഉള്ള ജുമ മക്കയിലും മദീനയിലുമുള്ള ജുമ പോലെയായിരുന്നു. പക്ഷേ നമ്മളെ പള്ളികളൊക്കെ പിടിച്ചെടുത്തു പോയി. അങ്ങനെ അവിടെയൊന്നും മക്ക മദീനയിലുള്ളത് പോലത്തെ ജുമ ഇപ്പോഴില്ല. ഒതായിലില്ല, ഇടവണ്ണയിൽ മുമ്പുണ്ടായിരുന്നില്ല. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മക്ക മദീനയിലുള്ളത് പോലത്തെ ഒരു ജുമയിൽ പങ്കെടുക്കണമെന്ന് എടവണ്ണയിലുള്ള മുസ്ലിമീങ്ങൾ ചിന്തിച്ചപ്പോ അവർക്കതിന് ഉസ്താദ് അവர்கள் അവസരമുണ്ടാക്കി കൊടുത്തു. കുറ്റ്യാടിയിലുള്ളവർക്ക് ഉസ്താദ് അവர்கள் അവസരമുണ്ടാക്കി കൊടുത്തു. അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അവിടുന്ന് പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിച്ചിട്ടുണ്ട്, ആയിരങ്ങൾക്ക് തൊഴിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി അവിടുന്ന് ചെയ്യുന്ന സേവനം പറഞ്ഞു തീരാത്തതാണ്. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും കൊടുക്കട്ടെ. മഹാനവറുകളെ തെറ്റിദ്ധരിച്ചവരോ നമ്മുടെ പണ്ഡിതന്മാർ ആരെങ്കിലും തെറ്റിദ്ധരിച്ചവരോ ഉണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ അല്ലാഹു തിരുത്തി കൊടുക്കട്ടെ. നമ്മുടെ മനസ്സിൽ ആരെ സംബന്ധിച്ചും വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നമ്മളെ മനസ്സും അല്ലാഹു നന്നാക്കി തരട്ടെ. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. മക്കയിലും മദീനയിലും നടക്കുന്നത് പോലത്തെ ഒരു ജുമ വേണ്ടേ? അതിന് 2 ബാങ്കില്ല. അതിന് മക്ക മദീനയിലുള്ള ജുമയാകുമോ? മക്ക മദീനയിൽ എല്ലാ ഭാഷക്കാരും ജുമയ്ക്ക് പങ്കെടുക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് ഭാഷയിലാണോ നിസ്കരിച്ചത് അതേ ഭാഷയിൽ നിസ്കരിക്കുന്നു. ഏത് ഭാഷയിലാണോ ബാങ്ക് വിളിച്ചത് അതേ ഭാഷയിൽ ബാങ്ക് വിളിപ്പിക്കുന്നു. റസൂലുള്ളാഹി ബാങ്ക് വിളിപ്പിച്ചതുപോലെ ഓ സഹോദരന്മാരെ, ഏത് ഭാഷയിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതിയത് അതേ ഭാഷയിൽ ഖുത്ബ നടത്തുന്നു. കാരണം അവിടുന്ന് പറഞ്ഞത് ധിക്കരിക്കാൻ പറ്റൂല. അവിടുന്ന് പറഞ്ഞതാണ് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം, മാറ്റം വരുത്താൻ പാടില്ല. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ പേരോട് ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, വകാന യഖ്തുബു ബിൽ അറബിയ്യ. നബി തങ്ങൾ അറബി ഭാഷയിൽ മാത്രം ഖുത്ബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് ജുമഅ നിസ്കരിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലത്തെ ജുമഅ ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രമുള്ള ജുമഅ നിസ്കരിച്ചാലേ റസൂലുള്ളാഹിന്റെ ജുമഅയാകൂ. ഇമാം നവവി ഈ പേരോട് ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് MCC മൗലവിയും KM മൗലവിയും എല്ലാ ഉമർ മൗലവിയും ജനിക്കുന്നതിന്റെ 700-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം നവവി ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു, അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതി നിസ്കരിച്ചാൽ അത് ജുമഅയല്ല. എന്താ തെളിവ്? ബുഖാരിയിലെ ഹദീസ്. ഓ സുഹൃത്തുക്കളെ, അപ്പോൾ മക്ക മദീനയിലുള്ളതുപോലെയുള്ള ജുമ വേണം. സുബ്ഹാനല്ലാഹ്, മക്കയിലും മദീനയിലും റമളാൻ മാസത്തിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. വദായിലും അതേതുപോലെ പല സ്ഥലങ്ങളിലും മക്കയിലും മദീനയിലും ഉള്ളതുപോലെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാനുള്ള സംവിധാനമില്ല. അല്ലാഹു സംവിധാനം ഉണ്ടാക്കി തരട്ടെ. ഇതിലെവിടെയാ കുഴപ്പം? ഇതിലെവിടെയാണ് കുഴപ്പം? അപ്പൊ ഒരാൾ പറയുന്നു, നിങ്ങളെ പള്ളിയിൽ വന്നാൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റും. നമ്മളെ പള്ളിയിൽ എല്ലാവർക്കും നിസ്കരിക്കാൻ കുറ്റ്യാടി വന്നോക്ക്. സിറാജുലുദ്ദീന്റെ പള്ളിയിൽ എത്രയോ സുന്നികൾ നിസ്കരിക്കുന്നു. ചിലര് കൂട്ടത്തിൽ നെഞ്ഞത്ത് കൈവച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഈ വെക്കുന്ന കോലം ഇങ്ങനെയാണ്, ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചു വെച്ച മാതിരി അങ്ങനെ കൈവെക്കുന്നു. മക്കയിലും മദീനയിലുള്ള ഇമാമിങ്ങളൊക്കെ താഴെ വെക്കുന്നു, നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ മുജാഹിദ് സമ്മേളനത്തിൽ വന്ന മക്കയിലെ ഇമാം വന്നിട്ട് അയാളും വെച്ച് താഴെ തന്നെ ഫോട്ടോ നമ്മൾ എടുത്തുണ്ട്. അങ്ങനത്തെ ഒരു കുറ്റ്യാടി സിറാജുല്ല പള്ളിക്കരി നിസ്കരിക്കുന്നത് നമ്മളുടെ എന്താ പറയുന്നത്? അപ്പൊ നമ്മളെ പള്ളിയിൽ എല്ലാവർക്കും വരാം, ആരോടും പകയില്ല. അപ്പൊ ഒരാൾ എനിക്ക് രണ്ട് ബാങ്ക് പറ്റൂല, അയാൾ ഒരു ബാങ്ക് കഴിഞ്ഞിട്ട് വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. വേറൊരാള് മക്കയിലും മദീനയിലൊക്കെ പൂർവ്വകാലത്ത് നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നീട് വലിയ തിരക്കായിട്ട് സുബ്ഹാനല്ലാഹ് ലക്ഷങ്ങൾ പങ്കെടുക്കല്ലേ, വെയിലത്ത് നിൽക്കുകയല്ലേ മനുഷ്യന്മാര്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആളുകൾ പിരിയണം എന്നുള്ള നിലക്ക് അവിടെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന സുന്നത്താണല്ലോ, അത് തിരക്ക് കൊണ്ട് നിർത്തിക്കളഞ്ഞു. ഏതുപോലെ സബീസ്മ സൂറത്തും ഹല്ലത്താക സൂറത്തും
അതുപോലെ അല്ലെങ്കിൽ ജുമാ സൂറത്തും അതുപോലെ മുനാഫിഖൂൻ സൂറത്തും ജുമാ നിസ്കാരത്തിൽ ഓതൽ പ്രത്യേകം സുന്നത്താണ്, സഹിയായ ഹദീസിലുള്ളതാ. പക്ഷെ അവിടെ ചെന്നാൽ ചിലപ്പോൾ ഇന്നായത്തിനാക്കൽ കൗസറാവുന്ന കേൾക്കുക. ആ സുന്നത്ത് എന്താ എടുക്കാത്തത്? ലക്ഷങ്ങൾ വെയിലുള്ളുന്നുണ്ടാവും, അതുകൊണ്ടാ. അതുപോലെ അവിടെ പഴയ കാലത്ത് ഇമാമ് വലത്തോട്ട് തിരിഞ്ഞിരുന്ന് സാധാരണ നമ്മൾ നാട്ടിൽ നടക്കും പോലെ നിസ്കാരത്തിന് ശേഷം ജുമാ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന നടത്തിയിരുന്നു എന്ന് തുഹ്ഫയിലും അതുപോലെ എല്ലാ കിതാബിലും കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴതില്ല. അപ്പൊ ചിലരെന്ത് ചെയ്ത്, ചിലര് അതില്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ചിലർ നിങ്ങളെ വള്ളിയിലോ നിസ്കാരത്തിന് ശേഷം ദുആ ഉണ്ടാവും. ഇല്ലില്ല, ഒരൊറ്റ കുട്ടീനെ കൈ ഉയർത്തടാ, കൈ പറയണ ആമീൻ നമ്മൾ പറയൂല. ഇഷ്ടമുള്ളവർക്ക് ആമീൻ പറയാം, അല്ലാത്തവർ പറയണ്ട. ഒരു കംപ്ലൈന്റും ഇല്ല. നമ്മളെ പള്ളി എല്ലാവർക്കും പറ്റൂന്ന് ഞാൻ പറയുന്നു. നമ്മളെ പള്ളി ഗ്രൂപ്പ് പള്ളിയല്ല. ഏത് മുജാഹിദിനും ജമാഅത്തിനും ആർക്കും കരുക്കുക. അറബിയിൽ ഖുത്ബ ഓതിയാൻ പറ്റൂല എന്ന് വല്ല മുജാഹിദിനും അഭിപ്രായം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ ഹജ്ജും കഴിഞ്ഞ് വന്നിട്ട് നിസ്കാരം ഖളാ വിട്ടണ്ടേ? കാരണം അറബിയിലുള്ള ഖുത്ബയല്ലേ അവിടുന്ന് കേട്ടത്. അപ്പൊ അവരാരും ഖളാ വിട്ടില്ലല്ലോ. അപ്പൊ അറബിയിൽ പറ്റൂന്ന് അവരും പറയുന്നു. പഠിച്ചവനെ നമ്മൾ മഹ്ശറയിലെത്തിയിട്ടാ തീരുമാനിക്കുന്നത് പറ്റുമോ പറ്റൂലെന്ന്. അറബി പറ്റൂന്ന് എല്ലാരും പറയുന്നില്ലേ? എന്നാ പിന്നെ അതല്ലേ നമ്മൾ സ്വീകരിക്കണ്ട്. നമ്മൾ ആഖിറനെ രക്ഷപ്പെടുത്തിക്കൂടെ? അപ്പോ അവർക്കും പറ്റും നമ്മളെ ഖുത്ബ, അറബിയിലുള്ള ഖുത്ബ. ഇനി നമ്മളെ പള്ളിയിൽ എന്താണ് 20 റക്അത്ത് തറാവി. നിങ്ങൾ കുറ്റിയാരി സിറാജുൽ നോക്ക്. ചിലരെന്ത് ചെയ്യുന്നറിയോ? 2 റക്അത്ത് നിസ്കരിച്ചങ്ങ് പോകും. നമ്മൾ പിടിച്ചിക്കൂല. ചിലർ 4 നിസ്കരിച്ചു പോകും, ചിലർ 6 നിസ്കരിച്ചു പോകും, ചിലർ 12 നിസ്കരിച്ചു പോകും. നമ്മളെ ബസ് ഉണ്ടല്ലോ എല്ലാ സ്റ്റോപ്പിലും നിർത്തൂ, എവിടെയും ഇറങ്ങാം. അപ്പൊ നമ്മളെ ബസ് എന്താണ്? കോഴിക്കോട്ടും തിരുവനന്തപുരത്തേക്ക്. ഒരാൾ ഇറങ്ങുന്നത് എവിടെ? കോട്ടകല്, ഒരാൾ കുറ്റിപ്പുറത്ത്, ഒരാൾ എടപ്പാള്, ഒരാൾ തൃശ്ശൂര്, ഒരാൾ കുന്നംകുളത്ത്. അങ്ങനെ ബസ് തിരുവനന്തപുരം വരെ പോന്ന്. എല്ലാവർക്കും ഒറ്റ ബസ് മതി. നേരെ മറിച്ച് ഒരാൾ തീരുമാനിച്ച് ഒരാൾക്ക് തിരുവനന്തപുരം പോകണം, ഒരാൾക്ക് തൃശ്ശൂർ പോകണം, ഒരാൾക്ക് കുന്നംകുളത്ത് പോകണം. ബസ് ഞാൻ കുന്നംകുളത്തേക്ക് പോന്നു, അതുകൊണ്ട് ബസ് കുന്നംകുളം വരെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിന്റെ അടുത്തെത്തുവോ? അപ്പൊ എല്ലാവർക്കും പറ്റുന്ന ബസ്സല്ലേ വേണ്ടേ മുസ്ലിം സമുദായത്തിന്? അതുപോലെ എല്ലാവർക്കും പറ്റും 20 റക്അത്ത് തറാവി അങ്ങ് നിസ്കരിച്ചാൽ 2 നിസ്കരിച്ചിരുന്നവൻ അങ്ങനെയും പോയിക്കൂടെ? നമ്മളെ ബസ് തിരുവനന്തപുരം വരെ, കാരണം അവിടെ പോയാലേ മുഖ്യമന്ത്രിനെ കാണുള്ളൂ. അപ്പൊ നമ്മൾ 20 റക്അത്ത് തറാവി എല്ലാ മുജാഹിദിനും നമ്മളെ പള്ളിയിൽ നിസ്കരിക്കുക, ജമാഅത്താർക്കും നിസ്കരിക്കുക, എല്ലാവർക്കും നിസ്കരിക്കുക നമ്മളെ പള്ളിയിൽ. അങ്ങനെ എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി ഈ ഒതായിൽ അള്ളാഹു തരട്ടെ. അതിന് മുസ്ലിമീങ്ങളെല്ലാം യോജിക്കണം. എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി. ഒരു കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും നിസ്കരിക്കുക. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഐക്യാണ്. സുന്നത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം. ജമാഅത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ മുസ്ലിം കൂട്ടായ്മ. അതാണ് മുഖ്യധാരാ മുസ്ലിമീങ്ങൾ പഠിപ്പിക്കുന്നത്. ആ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്ത് അതല്ലേ സത്യം, അതല്ലേ ശരി, അതല്ലേ സ്വഹാബത്ത് മുതൽക്ക്. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സുബ്ഹാനല്ലാഹ്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, 4 മദ്ഹബ് 4 തർക്കമല്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ തർക്കമില്ല, ഭിന്നിപ്പില്ല, അല്ലേ? ഫതുൽ മൊയ്ന് നിങ്ങൾ എടുത്തു കയ്യിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ഹനഫിയോ ഷാഫിയോ ഹംബലിയോ മാലിക്കോ ഏതെങ്കിലും ഒന്നങ്ങ് സ്വീകരിച്ചോളി. ഇപ്പൊ തർക്കമില്ലാന്ന് ഉറച്ചില്ലേ? തർക്കമുണ്ടെങ്കിൽ എന്താ പറയാ? LDF എന്താ പ്രസംഗിക്കല്? നിങ്ങൾ LDFനോ UDFനോ BJPക്കോ വോട്ട് ചെയ്തോളിന്നാ? UDF എന്താ പറയല്? BJPക്കോ LDFനോ UDFനോ ഇഷ്ടമുള്ളതിന് വോട്ട് ചെയ്തോളിന്നാ? അവരമ്മ തർക്ക. നമ്മളെ ഇമാമികൾ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒന്നങ്ങ് സ്വീകരിച്ചോളി. അവ തർക്കില്ല, ഭിന്നിപ്പില്ല. പക്ഷേ അൽമനാറ് ഇതിപ്പോ 956 ഒക്ടോബർ ഇതിൽ പറയുന്നത് 4 മദ്ഹബാണ് തർക്കമുണ്ടാക്കുന്നത്, അതുകൊണ്ട് തർക്കമില്ലാതിരിക്കാൻ മദ്ഹബ് വിടണോ. അങ്ങനെയാ മുജാഹിദാണോ എന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, മുജാഹിദീങ്ങളുടെ തർക്കമൊന്നുമില്ല? മുജാഹിദീങ്ങളുടെ ഇപ്പൊ തർക്കമൊന്നുമില്ല? പടച്ച റബ്ബേ, ഇനിയൊരു തർക്കം ബാക്കിയുണ്ടോ? ജിന്നിനെ ഇറക്കണോ ഇറക്കണ്ടേ? ജിന്നുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ തന്നെ അടിക്കണോ അടിക്കണ്ടേ? തർക്കല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇമാമിങ്ങളുടെ തർക്കമില്ല,
പിന്നെ നിങ്ങൾ ചോദിക്കും ഇമാമിങ്ങൾ പിന്നെന്താ എല്ലാവരും പോലെ ഇസ്ലാം ഉള്ളതുപോലെ പഠിപ്പിച്ച് ഇമാമിങ്ങൾ. എങ്ങനെ? ചില സംഗതി ഒറ്റ ഒരു നിയമമാണ്. ഉദാഹരണം 5 നേരം നിസ്കരിക്കണം. ഒരു ഇമാമ് തമ്മിലും വീക്ഷണ വ്യത്യാസമില്ല. ഒരു ഇമാമിനും വീക്ഷണ വ്യത്യാസമില്ല. നോമ്പെടുക്കണം റമദാൻ വ്യത്യാസമില്ല. പലിശ വാങ്ങരുത്, ഒരു ഇമാമിനും തർക്കമില്ല. റമദാൻ മാസത്തില് സുബിയായ പിന്നെ വെള്ളം കുടിക്കരുത്, ഒറ്റ ഇമാമിനും തർക്കമില്ല. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് മുജാഹിദിന്റെ നേതാവ് എഴുതിയൊരു ബുക്കായത്. ഇതിൽ പറയുന്നു സുബി ബാങ്ക് കഴിഞ്ഞിട്ട് ഇഖാമത്ത് കൊടുത്താലും ചായ കുടിക്കാനും. എന്താണ് ഇതിന്റെ പേര്? നോമ്പിന്റെ വിധിവിലക്കുകൾ. ISM കേരള മുജാഹിദ് സെന്റർ കോഴിക്കോട് ഇതിലെഴുതിയതാ. സുബീന്റെ ബാങ്കും കഴിഞ്ഞ് ഇഖാമത്ത് കൊടുത്താലും ഭക്ഷണം കഴിക്കാൻ. സുബ്ഹാനല്ലാഹ്, നോമ്പ് പോയില്ലേ? പലിശ വാങ്ങരുത്, ഒരൊറ്റ ഇമാമിന് തർക്കണ്ടോ പലിശ വാങ്ങരുത്? ഇതെന്താ സാധനോ? ഇത് KNM കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ മസ്ജിദുൽ മുജാഹിദീൻ കാരപ്പറമ്പ്. ഇതിൽ മുജാഹിദിന്റെ സക്കാത്തിന്റെ കണക്ക് പറയാൻ വായിക്കാണ് നേരല്ല. മുൻ വർഷത്തെ ബാക്കി 41,994 സക്കാത്ത് ആളുകളോട് വാങ്ങിട്ട് കൊടുക്കാണ്ട് ബാക്കി വെച്ചിരിക്കുന്നു. രണ്ടാമത്തത് മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് 2,65,522. പിന്നെ വരവെന്താണെന്നറിയോ? ബാങ്ക് പലിശ 939. സക്കാത്തിന്റെ പൈസ പിരിച്ചിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് പലിശ വാങ്ങുന്നു. ഇതെന്ത് ഇസ്ലാമാ? സുഹൃത്തുക്കളെ, ഒരു ചീത്തയും പറയേണ്ടിയില്ലല്ലോ, നമ്മൾ ഉള്ളത് പറഞ്ഞാ പോരെ. ഇനിയോ മുജാഹിദിന്റെ ഡോക്ടർ ഉസ്മാൻ, അയാള് ഒന്നായിട്ടുള്ള കാലത്ത് ശബാബില് എഴുതിയ ലേഖനം. അതിലയാൾ പറയുന്നു പ്രവാചകന്മാര് സാധാരണ മനുഷ്യന്മാരല്ല എന്ന് പറയുന്ന ഒരു ഇസ്ലാം എന്ന് പുറത്താണ്. സാധാരണ മനുഷ്യന്മാരല്ല എന്ന് പറയുന്ന ഇസ്ലാം എന്ന് പുറത്താണ്. എന്നാൽ സെൽസബിയില് 971 നവംബർ ഇതില് ഇതുപോലെ സെൽസബിയില് അതില് ഉമർ മൗലവി പറയുന്നു മുഹമ്മദ് നബി സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ കാഫിറാണ്. നമ്മളെന്താ ആക്കുക? ഡോക്ടർ ഉസ്മാൻ പറയുന്നു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഉമർ മൗലവി പറയുന്നത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. നമ്മളിപ്പോ എപ്പോ ഇസ്ലാമിൽ എങ്ങനെ നിൽക്കുക? ഇനി സുബ്ഹാനല്ലാഹ്, ഇതുണ്ടോ പറഞ്ഞാൽ 993 മാർച്ചിലെ സെൽസബിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലക്കം തെറ്റാണ്. ഇതിലാണ് പറഞ്ഞത് സാധാരണ മുഹമ്മദ് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ്. അസാധാരണത്വം വളരെ വ്യക്തമാണ്. എന്റെ പ്രസംഗത്തിലും ഞാനത് തെളിയിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ് 7 ആകാശത്തിന്റെയും മേലെ ഒരു വേദി ഒരുക്കി അങ്ങോട്ട് നബി അള്ളാഹു വിളിപ്പിച്ചു. അവിടെ വെച്ച് സംഭാഷണം നടന്നു. ഈ വിഷയം എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങളും കേട്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞ അവസാനം പറയാണ് നബി കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നവൻ കാഫിറാണ്. ശബാബിൽ പറയുന്നു സാധാരണ മനുഷ്യൻ അല്ല എന്ന് വിശ്വസിച്ചാൽ കാഫിറാണ്. സെൽസബിയിൽ പറയുന്നു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ കാഫിറാണ്. സഹോദരന്മാരെ, അപ്പൊ ഇമാമിങ്ങളെ വിട്ടിട്ട് ഇപ്പൊ എന്താ ആയത്? ഇമാമിങ്ങളെ വിട്ടിട്ട് പരസ്പരം കാഫിറാക്കല്ലേ, പരസ്പരം മുശ്രിക്കാക്കല്ലേ, നോമ്പ് നിസ്കാരവും സക്കാത്തൊക്കെ ബാത്തിലാക്കല്ലേ. ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിങ്ങളെ ആഖിറം, നിങ്ങളെ പാരത്രിക ലോകം നിങ്ങൾ രക്ഷപ്പെടുത്തണം. ഈ കാര്യം നിങ്ങളോട് പറയുകയാണ്. എനിക്കിവിടെ പ്രസംഗിച്ചിട്ടൊന്നും കിട്ടാനില്ല, കിട്ടാൻ വേണ്ടി പ്രസംഗിച്ചതുമല്ല. അൽഹംദുലില്ലാഹ്, അതിന്റെ ആവശ്യവും റബ്ബ് തന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒതായിലും പരിസരങ്ങളിലുമുള്ള മുസ്ലിമീങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കി പെട്ടുപോയവരാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ഇതാ ഈ ഒതായിലുള്ള ഓരോ പുൽത്തരികളും ഓരോ മണൽത്തരികളും സാക്ഷിയാണ്. പടച്ചറബിന്റെ മലക്കുകൾ സാക്ഷിയാണ്. മുഅ്മിനീങ്ങളായ ജിന്നുകൾ ഇവിടെ ഉണ്ടെങ്കിൽ സാക്ഷിയാണ്. മുഅ്മിനീങ്ങൾ സാക്ഷിയാണ്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള മൗലവിമാര് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വിശ്വാസത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, റസൂലുള്ളാഹിനെ പറ്റി മാറ്റി മാറ്റി പറഞ്ഞത്, നിസ്കാരവും നോമ്പും ഒക്കെ ബാത്തിലാക്കുന്നത്, ഓരോന്നോരോന്നായി ഇതാ റബ്ബേ അല്ലാഹുമ്മ ശ്ഹദ് അല്ലാഹുമ്മ ശ്ഹദ് അല്ലാഹുമ്മ ശ്ഹദ്, നീ സാക്ഷിയാണ് അല്ലാഹ്. ഈ ഒതായിലെ മുസ്ലിമീങ്ങൾക്ക് ആമുഖമായി ഞങ്ങൾ ഇന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ അവസരം തന്നാൽ
അല്ലാ നീ ഞങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും തന്നാൽ ഞങ്ങൾ ഹക്ക് തുറന്നു പറയും അല്ലാ. അതിന് നീ ദീർഘായുസ്സും ആഫിയത്തും തരണം അല്ലാ. ഞങ്ങൾ ഇവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരൊറ്റ മുജാഹിദിനെ ചീത്ത പറഞ്ഞിട്ടില്ല അല്ലാ, പരിഹസിച്ചിട്ടില്ല അല്ലാ, കുറ്റം പറഞ്ഞിട്ടില്ല അല്ലാ. അതേ സമയത്ത് ഹക്ക് ഹക്കായി നിന്റെ ദീന് പറയാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ. ഒരു 3 സ്വലാത്ത് ചൊല്ലിട്ട് ദുആർക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരൊറ്റ ആയത്ത് ഞാൻ മുഅ്മിനീങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഞാൻ നേരത്തെ ആലുവ സുൽത്താന്റെ തരീഖത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ അതിനെ വിമർശിച്ച് ആലുവയിൽ വെച്ച് പ്രസംഗിച്ചപ്പോ ഇന്നലെ എനിക്കെതിരെ അവരൊരു പ്രസംഗം നടത്തി. കൊടുത്ത ചടുത്ത ചീത്തയും തെറിയുമാണ് പറഞ്ഞതെന്ന് കേട്ടവരെന്നോട് പറഞ്ഞു, അത് ഒരിക്കലും തരീഖത്തിന്റെ വഴിയല്ല, ശരീഅത്തിന്റെ വഴിയല്ല, ഹഖീഖത്തിന്റെ വഴിയല്ല. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കറിയാം എന്താണ് തരീഖത്ത്, എന്താണ് ശൈഖ്, ആരാണ് ശരിയെന്നറിയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാ ഈ അടുത്ത് അതാ നമ്മളെ ചില സ്റ്റേജിൽ ദുആ ചെയ്തിരുന്ന ഒരു വ്യക്തി, അദ്ദേഹവുമായി ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമാ ഒരു തർക്കമില്ലാതെ തീരുമാനിച്ചിട്ടുണ്ട്. സമസ്ത പുണ്യകർമ്മമാണെന്ന് പറഞ്ഞത് ഇമാം ഗസ്സാലിയാണ്, ഇമാം നവവിയാണ്, ഇമാം റാഫിയാണ്. സദാ എല്ലാ കിതാബിലും വസിയ്യത്തിന്റെ ബാബിൽ പറഞ്ഞ സംഗതിയാണ്. നിഹായിൽ ഇമാം റംലി വിശദമായി പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഇമാമിങ്ങൾ പറഞ്ഞ സ്ഥലത്താണ് സുന്നത്ത് ജമാഅത്ത്. അതേ സമയത്ത് ഖുർആൻ മനസ്സിലാക്കാതെ, ഹദീസ് മനസ്സിലാക്കാതെ എല്ലാ ഇമാമിങ്ങളും പഴിച്ചു പോയെന്നും മുഖ്യധാരാ മുസ്ലിമീങ്ങൾ മുഴുവനും പഴിച്ചു പോയെന്നും വളരെ ചുരുങ്ങിയ ഞങ്ങൾ മാത്രമാണ് സത്യത്തിൽ നിന്നും മനസ്സിലാക്കി അതിൽ പെട്ടുപോയ ഒരുപാട് സാധാരണക്കാരുണ്ട്. അല്ലാഹ് അവർക്കൊക്കെ നീ സത്യം ബോധ്യപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്കാരോടും വിരോധമില്ല അല്ലാഹ്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകൾ ആരും പഴിച്ചു പോകുന്നതും നരകത്ത് കിടക്കുന്നതും നിന്റെ ഹബീബായ നബി തങ്ങൾ ഇഷ്ടപ്പെടൂലല്ലോ അല്ലാഹ്. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞങ്ങളും ഇഷ്ടപ്പെടൂല അല്ലാഹ്. അതുകൊണ്ട് ആരാണോ അറിവില്ലാതെ പിഴവിൽ പെട്ടുപോയത് അവരെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവർക്ക് ഹക്ക് ബോധ്യപ്പെടുത്തണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കി കൊടുക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ക്ലാസുകളും പരിപാടികളും നടത്താനും പഠിക്കാനും അവസരം കൊടുക്കണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹിനോട് അല്ലാഹ് പറഞ്ഞത് ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറപ്പിച്ചോ പോരാ, തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. ആർക്ക്? ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും ഓ നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി റെക്കമെൻഡ് ചെയ്യുന്നതാണ് ശഫീഉൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി. ഉതീതു ശഫാഅ ബുഖാരിയിലെ ഹദീസാണ്. എനിക്ക് റെക്കമെൻഡിന് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ആ റെക്കമെൻഡ് ഹബീബായ നബി തങ്ങളെ റെക്കമെൻഡ് പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. അവിടുത്തെ മഹത്വം കണക്കിലെടുത്ത് അവിടുത്തെ സ്നേഹിക്കുന്ന ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ
ഞങ്ങളാരും മഅ്സൂമീങ്ങളായ നബിമാരല്ല, മലക്കുകളല്ല. വ്യക്തി ജീവിതത്തിൽ പാവപ്പെട്ട എനിക്ക് പല അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാകാം. ഞങ്ങളിൽ പലർക്കും തെറ്റുപറ്റിയിട്ടുണ്ടാകാം. നീ അത് മാപ്പാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ധൈര്യമില്ല. ഈ പാവപ്പെട്ട ഞാൻ 54ഓളം കൊല്ലമായി ജീവിച്ചതിൽ റബ്ബേ ഏകദേശം ഒരു 10-44 കൊല്ലമായി നിസ്കരിക്കുന്നുണ്ട്. പടച്ച റബ്ബേ, 10-30 കൊല്ലത്തിനധികമായി പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ ചെയ്ത ഒരൊറ്റ അമല് നീ സ്വീകരിച്ചു എന്നതിന് ഞങ്ങൾക്കൊരു റെസീപ്റ്റ് കിട്ടിയിട്ടില്ല അല്ലാഹ്. ഞങ്ങളെ അമലൊക്കെയും ഞങ്ങൾ ഇവിടെ ഈ സംസാരിച്ചതും നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ ജീവിതത്തിൽ ദുർബല നിമിഷത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടാകാം. അത് നീ മാപ്പ് തന്നു എന്ന് ഞങ്ങൾക്കൊരുറപ്പും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ബേജാറിലാണ് അല്ലാഹ്. ഞങ്ങളെ സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. അതേ സമയത്ത് അല്ലാഹ്, ഞങ്ങൾ ഖുത്ബുസ്സമാനാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് ഈമാൻ കൊടുക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിന്റെ അടിമകളാണ് അല്ലാഹ്. അങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് അധികാരമുള്ളവരാണെന്ന് പറഞ്ഞു നടക്കുന്ന വ്യാജ ശൈഖന്മാരെയും വ്യാജ തരീഖത്തുകാരെയും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ഹബീബായ നബി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പ്രബോധനത്തിലെഴുതിയ ജമാഅത്തുകാരനെയോ ശബാബിലെഴുതിയ മുജാഹിദ് മൗലവിമാരെയോ ഞങ്ങൾ ആരെയും അംഗീകരിച്ചിട്ടില്ല അല്ലാഹ്. അവിടുത്തെ പേരിൽ പുതിയ നബി ശേഷം പുതിയ നബി വന്നു എന്ന് പറഞ്ഞ ഖാദിയാനിയെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല അല്ലാഹ്. ഞങ്ങൾ നിന്റെ ഹബീബായ നബി തങ്ങളും സഹാബത്തും ഇമാമികളും തുടർന്ന് വന്ന ആ പാതയിൽ തന്നെ നീങ്ങാൻ തീരുമാനിച്ചുറപ്പിച്ചവരാണ് അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം പറയാൻ ധൈര്യമുണ്ട് അല്ലാഹ്. നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ വിമർശിച്ചിട്ടില്ല. ഒരൊറ്റ മനുഷ്യനും ഞങ്ങളെ സ്റ്റേജിൽ കയറി ദുആ ചെയ്യുമ്പോ പരിചയമുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ഞങ്ങൾ നിന്ദിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് ചില ദുആ ചെയ്ത കക്ഷികൾ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നീ പൊരുത്തപ്പെടാത്ത സംഗതി ഉണ്ടെന്ന് രേഖകൾക്ക് കിട്ടിയതിന് സമസ്തയുടെ ആലിമീങ്ങൾ അത്തരം ആളുകളുമായി ബന്ധപ്പെടരുതെന്ന് പറഞ്ഞതല്ലാതെ ഒരാളെയും കാരണം കിട്ടാതെ ഞങ്ങൾ വിമർശിച്ചിട്ടില്ല അല്ലാഹ്. ഹക്കല്ലാതെ ജീവിതത്തിൽ ഇന്നോട് പറഞ്ഞിട്ടില്ല അല്ലാഹ്. നിന്റെ ദീന് കൊണ്ട് ഞങ്ങൾ കളിച്ചിട്ടില്ല അല്ലാഹ്. അത് ധൈര്യത്തോടെ പറയുന്നു. പക്ഷേ നീ കൽപ്പിച്ചതൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം, വിരോധിച്ചത് സംഭവിച്ചു പോയിട്ടുണ്ടാകാം. ഞങ്ങൾ ദുർബലന്മാരായ ആഖിർ സമാനിലെ ചണ്ടി ചവറുകളല്ലേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് പൊറുക്കണേ അല്ലാഹ്. വഫാത്തായി പോയ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും സുന്നത്ത് ജമാഅത്ത് ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും തരണേ അല്ലാഹ്. റബ്ബേ, അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്ന നാളിൽ ഏറ്റവും നല്ല കലിമല്ല ആ കലിമ തന്നെ സന്തോഷത്തോടെ നിങ്ങളുടെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്നതോടെ ഞങ്ങളെ സമീപത്ത് നിന്ന് സൂറത്ത് യാസീൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഖുർആനോന്ന സ്ഥലത്തിറങ്ങുമെന്നല്ലേ നിന്റെ ഹബീബ് പഠിപ്പിച്ചത്. അങ്ങനെ മലായികത്ത് വന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. പ്രസംഗം തുടങ്ങി 10-30 കൊല്ലമായി, ക്ലാസ് തുടങ്ങി 10-30 കൊല്ലമായി. ഇനി എത്ര ദിവസം എവിടെയാണ് നീ തീരുമാനിച്ചതെന്ന് ഞങ്ങൾക്കൊരറിവുമില്ല റബ്ബേ. ഇതുവരെ എവിടെ പ്രസംഗിച്ചു
പഠിപ്പിച്ചോ, ക്ലാസ് എടുത്തോ, എന്ത് പ്രവർത്തിച്ചോ, അതെല്ലാം ഞങ്ങളിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും നിന്റെ ഔദാര്യം കൊണ്ട് നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ മടക്കിക്കളയരുതേ അല്ലാ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ലോകമാന്യത്തിനും സ്ഥാനമാനത്തിനുമാക്കരുതേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾക്കൊരപേക്ഷ നിന്നോട് താഴുകയുണ്ടൊരു പ്രാർത്ഥന. നിന്റെ പേര് അവസാനം ഉച്ചരിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര ചൊല്ലിയാലും മതി വരാത്ത ദിക്റാണത് ഞങ്ങൾക്ക്. ആ ദിക്റും ചൊല്ലി ഈ സാധുക്കളെ നീ പിടിച്ചെടുക്കണേ അല്ലാ. അതൊരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആക്കിത്തരളേ അല്ലാ. നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ നരകാഗ്നി ഒരു സെക്കൻഡ് ഞങ്ങളെ കൊണ്ട് ക്ഷമിക്കൂല അല്ലാ. ഇവിടുത്തെ തീ തന്നെ ഒരു സെക്കൻഡ് ഞങ്ങളെ കൊണ്ട് സഹിക്കൂല അല്ലാ. 70 ഇരട്ടി ചൂടുള്ള ജഹന്നമ് ഞങ്ങൾക്കൊരു കാലത്തും സഹിക്കൂല അല്ലാ. ഒരു സെക്കൻഡും നിന്റെ ജഹന്നമിൽ ഞങ്ങളെ ഇട്ടാക്കരുത് അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഇട്ടാക്കരുത് അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ രക്ഷിക്കാ. ഞങ്ങളെ സർവ്വദ്വാകളും, ഞങ്ങളെ SYS-ന്റെ പ്രവർത്തനവും SSF-ന്റെ പ്രവർത്തനവും SME-യുടെ പ്രവർത്തനവും സുന്നി ജമിയത്തുൽ മുഅല്ലിമിന്റെ പ്രവർത്തനവും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനവും സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനവും ഞങ്ങളെ എല്ലാ വാക്കും പ്രവൃത്തിയും ക്ലാസും പരിപാടിയും എല്ലാം നീ സ്വീകരിച്ച് ഞങ്ങൾക്ക് നിന്റെ സ്വർഗത്തിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞ് സന്തോഷിക്കാനുള്ള സന്തോഷം. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ആരും മറന്നു പോകരുത്. ദുആന്റെ ശേഷം സ്വലാത്തുകളോ അവ മറക്കരുത്. 19 തീയതി കടപ്പുറത്ത് കോഴിക്കോട് എത്രയോ ആലിമീങ്ങളും സയ്യിദന്മാരും പങ്കെടുക്കുന്ന SYS-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന SSF-ന്റെയും SME-യുടെയും സുന്നി ജമിയത്തുടെയും പ്രവർത്തകരൊക്കെ സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ആ മഹത്തായ നബിദിന സമ്മേളനം വരുന്ന 19 തീയതി കടപ്പുറത്ത് കോഴിക്കോട് എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ ജനങ്ങളും പങ്കെടുക്കണം എന്ന് എളിയൊരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.